നമുക്കിത് ആദ്യം അറിയാം ഇതിങ്ങനെയൊക്കെ പോവുള്ളൂ. നമ്മളത് മുമ്പേ നിങ്ങളുടെ അടുത്ത് പറയണതാണ്. ബിയോണ്ട് RP, ബിയോണ്ട് ലൈവ്, ബിയോണ്ട് സ്ട്രീംസ് വേറെ കുറേ പ്രശ്നങ്ങൾ നടക്കണോണ്ടാണ് നമ്മൾ കുറേ കാലങ്ങളായിട്ട് കുറേ കാര്യങ്ങൾ ബ്ലാക്ക് ഇട്ടാ തുടങ്ങും ഒരു പൊടി കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാത്തതും ചെയ്യണ്ടെന്ന് കരുതി മനഃപൂർവ്വം നിൽക്കണതൊക്കെ അതുകൊണ്ടായിരിക്കും. ഷമീറിനെ എന്തുകൊണ്ടാണ് ഗ്യാങ്ങിൽ എടുക്കാത്തത് എന്നുള്ളതിൻ്റെ ഒക്കെ റീസൺസ് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ ലൈവിൽ പറയാത്തതിൻ്റെ ഒക്കെ ഒരു റീസൺ അതൊന്നും ഒരു പബ്ലിക്കലി വന്നുകൊണ്ട് പറയേണ്ട ഒരു സംഭവമല്ല. അതൊക്കെ നമുക്കകത്ത് നിൽക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായ ബോധ്യത ഉണ്ടായതുകൊണ്ടാണ്. അല്ലാതെ ഇതേപോലത്തെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് എന്തും വിളിച്ചു പറയാ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വാച്ചിങ് ഉള്ള ഓരോ സ്ട്രീമേഴ്സും പറയുമ്പോൾ അതൊക്കെ നോക്കി കണ്ട് പറയണം എന്നുള്ളതൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധി അവനാണ് സ്വയം വേണം. അതില്ലാത്തവരോടൊന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അങ്ങനെ എന്താ പറയുക, എക്സ്പോസ് ആക്കും. അല്ലെങ്കിൽ ഇതേപോലെ ദ റിയൽ സംഭവങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഓരോരുത്തർ പറയുമ്പം അതിനനുസരിച്ചുള്ള ഓരോ കാര്യങ്ങൾ നമുക്കും പറയേണ്ടി വരും. അപ്പം അതും ഇതേപോലെ പൊട്ടുമ്പം അത് കണ്ടുകാണ്ട് പിന്നെ ഒന്നുമില്ലാതെ ആരും അല്ലാതായി ജീവിതത്തിൽ ഒന്നും അല്ലാതായി മാറണേക്കാൾ നല്ലത് അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. വോൾഫ് ബ്രോ, താങ്ക് യു ഫോർ ദ അനദർ 10 കിക്ക് പോയിന്റ്സ്. മീൻസ് ലോട്ട് ബ്രോ. ഇഷ്യൂസ് എക്സ്പ്ലെയിനോ? ഞാൻ എന്താ പറയണ്ടേ ഗൈസ്? ഐ ആം ലൈവ്. Okay, hi. ഹായ് ഗൈസ്. Hi guys. ഹലോ, CK മാരി ഹിയർ. ഞാൻ ഓക്കെ. പ്ലീസ് കോൾ മാലിക് ആൻഡ് ടെൽ ഹിം ടു കം ദിസ് VC അർജന്റ്. Okay. വിളിക്കാം സാർ. ഓക്കെ. കോൺട്രവേഴ്സി മാലിക് ഈസ് ബാക്ക്. അതെ, മാലിക് അങ്ങനെയാണ്. മാലിക് ഒരു 3 മാസം കൂടുമ്പോൾ ഒരു വള്ളി പിടിക്കുള്ളൂ. പക്ഷെ പിടിക്കുന്ന വള്ളി അതൊരു 1.5 വള്ളിയായിരിക്കും. മനസ്സിലായ? KVA MRC അടി തുടങ്ങാൻ ഏറ്റവും കൂടുതൽ പ്രേരണ കൂട്ടിയ ഒരു പ്ലെയർ മാലിക്. മാലിക്കിന്റെയും ഞാനും ഒരേ നാടായ പ്രശ്നമായി കേട്ടോ. മാലിക് പറഞ്ഞ ക്ലിപ്പ് ഞാൻ പറഞ്ഞ ക്ലിപ്പാന്ന് പറയണിപ്പോ. മാലിക് പറയുമ്പോ ബിലാലിന് നന്ദക്കുളി ഷെയ്ക്ക് പറയുന്ന എല്ലാം പറയാനുള്ള എല്ലാം പറയാ. ഈ കുണ്ണയുടെ സ്വഭാവം മനസ്സിലാകട്ടെ. ഇവന്റെ സ്വഭാവം ഒന്ന് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവണ്ട ഗൈസ്. കഴിഞ്ഞ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ ഇതിൽ എന്തോ ഒരു റീസെന്റ് ആയിട്ട് വെയിറ്റ് ചെയ്യും. ഞാൻ അവന്റെ ലൈവിലെ ക്ലിപ്സ് ഞാൻ എന്തായാലും കട്ട് ചെയ്താണ്ട് കൊണ്ടുവന്ന് VC ഇടാൻ പറഞ്ഞിരിക്കണം. നമുക്കത് റിയാക്ട് ചെയ്യാം. പയ്യെ ഓരോന്ന് പറഞ്ഞു പോവാം. അതായിരിക്കും നല്ലത്. മറ്റേതെന്താ വെച്ചാൽ നമ്മൾ ചാടി കയറി ഓരോന്ന് പറയണ്ട. അവൻ പറയുന്നതിനനുസരിച്ച് നമുക്ക് പറയാം. അല്ലാതെ അതിൽ കൂടുതൽ നമ്മൾ ഒരു പടി മേലെ നമുക്ക് ജയിക്കണ്ട. നമുക്ക് തോറ്റാ മതി. ഓൻ ജയിച്ചോട്ടെ. ഏത് നമ്മൾ തോറ്റു, ഓൻ ജയിച്ചണം. അതാണ് നമുക്ക് വേണ്ടി. W മാലിക് 2 റാംബോ 2 വക്കീല. എന്ത് എലൈറ്റ് ബ്രോ, താങ്ക് യു ഫോർ ദ അനദർ 50 കിക്ക് പോയിന്റ്സ്. മീൻസ് ലോട്ട് ബ്രോ. GH ലീക്ക്ഡ് ആടാ, അറിയാം. ഞാൻ പറയാലോ, ഈ മാരിയൊക്കെയാണ് ഈ സെർവർ ഡംപ് ചെയ്യണത് എന്നാണ് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ സ്വന്തം ഗ്യാങ്ങിന്റെ വണ്ടി വിറ്റിട്ടുള്ളല്ലേ? എടാ മാരി, സത്യം പറ, നീ അല്ല ചെയ്തത്? ഞാനും എന്റെ കസ്റ്റംസും എന്നും ഇത് ചെയ്യാറില്ല. നിന്നെ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഞാൻ ബ്രാവോക്കെ ഒരു വിളിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട്. മാരിനെ നല്ലോന്ന് നോക്കാൻ പറയണം. സെർവറിലെ എല്ലാം ഊമ്പിക്കുന്നത് നീയാണെന്നാണ് എനിക്ക് നല്ല സംശയം. റാംബോക്ക് എന്താ പറയാനുള്ളതെന്നോ? റാംബോക്ക് പറയാനുണ്ട് ഗൈസ്. റാംബോ പറയൂ. റാംബോ ഡെഫിനെ അടിച്ചോ ഓരോ കോളില. ഹലോ, കേക്കാവോ? ഓ, കേക്കാം. ഫോണിലാണോ? വണ്ടി ഒന്ന് സൈഡ് ആക്കട്ടെ. പറഞ്ഞോ. അല്ല, നീയാണ് ഇന്നത്തെ ചർച്ച വിഷയം എന്ന് പറഞ്ഞത്. ഒറ്റയടിക്ക് തീർക്ക് ശരിക്കുക, അല്ലെങ്കിൽ ഇത് ലൂപ്പാവും. നമുക്ക് ഗ്യാങ് RP വാറൊക്കെയാണ് കാണേണ്ടത്. ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്. മെയിൻ തിങ് എന്താ വെച്ചാല് ഇവിടെ അതാണ് ഫസ്റ്റ് പറയേണ്ട ഒരു സംഭവം. മെയിൻ തിങ് എന്താന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാർക്കും മാക്കിനെ വിളിച്ചാണ് മാക്കിനെ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് വിളിക്കാം. കാരണം അതിൻ്റെ എക്സ്ട്രാ ഓർഡിനറി സാധനം മാക്ക് പറഞ്ഞുതരും. മനസ്സിലായോ? ഞാനൊരു സാധനം
ഇതിട്ടാ മതി. അത് എക്കോ ആയാണ്ട് മാക്ക് അതിന്റെ എക്സ്ട്രാ ഓർഡിനറി സാധനം സൗണ്ട് ലോ ആണെന്നോ? ലൂപ്പൊന്നുമില്ല ഗൈസ്, ഇന്നത്തോട് കൂടി ഇത് തീർക്കും. പിന്നെ നാളെ എന്തെങ്കിലും ഒരു അപരാധം കൊണ്ട് വരുമല്ലോ. അപ്പം നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നാളെ പറ്റുമെങ്കിൽ അത് നാളെയും കൂടി ഒന്ന് നമുക്ക് നോക്കാം. ഏത് അത് കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. പിന്നെ ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. MRG വേഴ്സസ് MRG അല്ല ബ്രോ. MRG വേഴ്സസ് MRG ഇല്ല ആക്ച്വലി. MRGന്ന് പോയ ആൾക്കാരും അങ്ങനെ നിലവിലുള്ള ആൾക്കാരൊക്കെ ആയിട്ടുള്ള പ്രശ്നമാണ്. അല്ലാതെ MRG വേഴ്സസ് MRG അല്ല. MRGന്ന് പോയ ആൾക്കാർ പിന്നെ MRG ആൾക്കാർ. മാക്കേ ഹലോ ഹലോ സുഖല്ലേ ശരിക്ക്? ഇത് ഒരു പേടിക്കേണ്ട ആവശ്യമില്ല ശരിക്ക്. എടാ എനിക്കൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ ഗ്യാങ്ങിന്റെ അകത്ത് ഗ്യാങ്ങിന്റെ നല്ലതിനും വേണ്ടി എനിക്കിഷ്ടമുള്ള പോലെ എന്തും വേണമെങ്കിൽ ചെയ്തോ എന്നുള്ളതിന്റെ പെർമിഷൻ എനിക്ക് നിയാദ് തന്നാണ്. അത് മതി എനിക്ക്, മനസ്സിലായ? കാരണം ഇത് തൊപ്പിക്കാരൻസ് MRG ആണ്. ഇതിന്റെ ഫൗണ്ടർ മാക്കാണ്. മാക്ക് എഫേർട്ട് ഇട്ട് മാക്ക് തുടങ്ങിയ ഗ്യാങ്ങാ. അത് ഈ പറയുന്ന RPക്ക് ഈ പറയുന്ന ഷമീറും ഇവരൊക്കെ വരുന്നതിന് മുമ്പ് മാക്കിൻ്റെതായ എഫേർട്ട് ഇട്ട് ഇവിടെ ഒരു ഗ്യാങ് തുടങ്ങണം എന്ന് കരുതിയത്. അത് MRG ആക്കട്ടെ എന്ന് മാക്ക് നിയാദിനോട് ചോദിച്ച് നിയാദ് സമ്മതം കൊടുത്തതിന് ശേഷമാണ് ഇവിടെ ഒരു ഗ്യാങ് തുടങ്ങുന്നത് പോലും. അന്നൊക്കെ ഇതിൻ്റെ ലീഡർ തൊപ്പിയാണ്. ഇന്നും ഇതിൻ്റെ തലപ്പത്തും തൊപ്പിയാണ്, മനസ്സിലായോ? ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു ഫൈനൽ വേർഡ് ഉണ്ടെന്നുണ്ടെങ്കിലും അതും തൊപ്പിയാണ്. അങ്ങനെ ഒരു മിനിറ്റ് നെറ്റ് പോയതല്ല. ഞാൻ ഒരു കാര്യം പറയാ. ഇതില് ഇനി ഏതൊക്കെയാണെന്നുണ്ടെങ്കിലും ആരൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവിടെ എല്ലാവർക്കും വാച്ചിങ് കിട്ടിക്കണമെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒരു സ്ട്രീമേഴ്സ് ഗ്യാങ്ങിന് ഇത്രയും നമുക്കൊരു ഇത്രയും ഹൈപ്പും ഇത്ര ഒരു ബൂസ്റ്റും അതേപോലെ നമുക്ക് ഇത്ര ഒരു സ്റ്റെബിലിറ്റി ഒക്കെ, അതേപോലെ നമ്മളെ MRGയിലുള്ള എല്ലാ പുതിയ വന്ന മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഇതിലെ OG ആയാണ്ട് നിൽക്കണ സ്റ്റാർട്ടിങ് തൊട്ടേ നിൽക്കണ MRGയിലെ ഏതൊക്കെ മെമ്പേഴ്സ് ആയിക്കോട്ടെ, അവരൊക്കെ 10 ആളെ അറിഞ്ഞിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഒരൊറ്റ കാരണം അത് നിയാദ് മാത്രമാണ്. തൊപ്പി ഒരാളില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ പറയുന്ന ഒരാൾക്കും ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് അതിൽ വളരെ വ്യക്തമാണ്, മനസ്സിലായ? ഇത് തൊപ്പിക്കാരൻ്റെ MRG ആണ്. അത് ഞാൻ റീസെൻ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇട്ടതിൽ തന്നെ ഞാൻ വ്യക്തമായിട്ട് ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ആ ഒരു സാധനം കൊടുത്തത്. ദിസ് ഈസ് കംപ്ലീറ്റ്ലി തൊപ്പി MRG, തൊപ്പിക്കാരൻസ് GTA എന്നുള്ളത്, തൊപ്പിക്കാരൻസ് MRG ആണെന്നുള്ളത് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വാച്ചിങ്ങിൻ്റെ കേസൊന്നും പിന്നെ അതിലിങ്ങനെ ഇപ്പോൾ ഈവൻ ഞാനൊരു കാര്യം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുതരാം. വെയിറ്റ് ചെയ്യും, ഞാൻ ക്ലിപ്പ് കൊണ്ടുവന്നിടാൻ പറഞ്ഞിനോ, കൊണ്ടുവന്നിട്ടോണോ അറിയില്ല. ഓ ഉണ്ടല്ലോ, ശരിയായ പിള്ളേരാണ്. ഇട്ടേക്ക്. എടാ ഇതൊന്നും വേണ്ട, മനസ്സിലായ? ഇത് ഇങ്ങനത്തെ ഒന്നും വേണ്ട, നമുക്ക് ഇങ്ങനത്തിനോടൊന്നും താല്പര്യമില്ല. വെയിറ്റ് ചെയ്യും, അത് നമ്മുടെ അടുത്തുണ്ട്. അത് നമുക്ക് അത് നാളെ വരട്ടെ. നാളെ എന്തൊക്കെയാ വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് നാളെ വരട്ടെ. അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള ആര് വെട്ടതാണ് തോന്നുന്നത്. എന്താടാ പുണ്ണെ? ഷമീർ വാച്ചിങ് എന്നാ എന്തിനു മറ്റേ ആദിവേലു ഇത് കാണുന്നവരെ കാണുകയാണ് അവിടെ ഇരുന്നിട്ട്. ഷമീർ ഈസ് ഫേമസ് ബിക്കോസ് ഓഫ് തൊപ്പി. ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പോലും ഷമീറിനെ കിട്ടിയ അത്ര സപ്പോർട്ടോ അല്ലെങ്കിൽ ഷമീറിന് നിയാദ് ഇട്ട അത്ര എഫേർട്ട് പോലും ഇതിലുള്ള ഗ്യാങ്ങിലുള്ള ഒരാൾക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടിട്ടില്ല. നിയാദ് ഷമീറിന് എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. കാരണം ഓൻ ലൈവ് തുടങ്ങി ഓൻ്റെ വാച്ചിങ്ങിനെ നേരെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് അങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് കണ്ടാണ് ഷമീർ അടക്കം വാച്ചിങ് ഉണ്ടാക്കിയത്. അപ്പോൾ വാച്ചിങ്ങിൻ്റെ കേസൊന്നും ഇവിടെ ആരും പറയണ്ട. ഈവൻ ഞാൻ എൻ്റെ സ്ട്രീമിൽ ഇത്ര കാലമായിട്ട് ഞാൻ ഒരാളെയും കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടില്ല. എനിക്ക് ഈ പറയണേ ഓന് എത്ര വാച്ചിങ് ഉണ്ട്, എനിക്ക് ഓനിലേറെ കൂടുതൽ വാച്ചിങ് ഉണ്ട്. ഞാൻ ഇപ്പം ഇന്നലെയും കൂടി ഞാൻ പറഞ്ഞത് റാംബോക്ക് ഇപ്പം
റാംബോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാംബോ ഈ ഗ്യാങ്ങിൻ്റെ ലീഡറാണ്. പക്ഷേ എനിക്ക് കൂടുതൽ റാംബോനെക്കാട്ടിലും വാച്ചിങ് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കണം. എന്താ വെച്ചാൽ അത് നമ്മളെ സ്ട്രീമിംഗ് ക്വാളിറ്റി അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഫാക്ടർ. ഞാനിപ്പോൾ മാക്കിനോട് പോലും ഞാൻ മാക്കിൻ്റെ അടുത്ത് പറയാറുണ്ട്, മാക്കെ നിൻ്റെ ഈ പറയുന്ന പോലെ ഇരിക്കുന്ന പൊസിഷൻ, അതേമാതിരി വെക്കുന്ന ഫ്രെയിം, ഇതൊക്കെ മാറ്ററാണ്. ഓഡിയൻസിന് ബോറാവുന്ന രീതിയിൽ മാക്ക് പല പ്രാവശ്യം ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ഇങ്ങനെ അന്തപ്പെട്ടിരിക്കും. ആ ഒരു സാധനം ചെയ്യരുത്. നീ ചെയ്യുമ്പോൾ ഓഡിയൻസിന് പോസ്റ്റ് ആവാത്ത രീതിയിൽ അവർക്ക് എപ്പോഴും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള രൂപത്തിൽ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ മാക്കിന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതേപോലത്തെ ഓരോ സംഭവം അതിപ്പോൾ റാംബോ പിന്നെ പ്രത്യേകിച്ച് കൺസിസ്റ്റൻ്റ് അല്ല. കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ഒരാൾക്ക് എന്തായാലും വാച്ചിങ്ങിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള സ്ട്രീമിംഗ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു ഇതിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കേണ്ട ബേസിക് സാധനം. ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് ഇടുന്നതുകൊണ്ടാണ് എനിക്ക് വാച്ചിങ് ഗ്രാജുവലി കൂടി വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു നല്ല കണ്ടൻസ് കൊടുക്കാൻ പറ്റുമ്പം അത് ഇതേമാതിരി കട്ടിറങ്ങിയിട്ടും ഇൻസ്റ്റഗ്രാമിൽ റീമാർക്കറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ടും അത് കണ്ട് ഇപ്പോൾ നമ്മൾ അറ്റ് എ ടൈം നമ്മൾ ലൈവിൽ ഇപ്പം സ്ട്രീം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 3.5K വാച്ചിങ് കാണാൻ പോലെയല്ല. ഈ സാധനം കട്ട് ചെയ്താണ്ട് യൂട്യൂബിലും അതേപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോകുമ്പം അത് 100Kയും 200K ഒക്കെയാണ്. 1 ലക്ഷം 2 ലക്ഷം ആൾക്കാരെ കാണുക. അപ്പോൾ അതിൻ്റേതായ മാറ്റം ഉണ്ടാവും. അങ്ങനെ ഓരോ സ്ഥലത്തുനിന്നും എനിക്കൊന്നും ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല ഒരു ഫാമിലി ഓഡിയൻസോ അല്ലെങ്കിൽ ഒരു ഗേൾസ് ആയിട്ടുള്ള ഓഡിയൻസ് ഒന്നും എൻ്റെ സ്ട്രീം കാണുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റും UK-ലൊക്കെ ഉള്ള 1-2 ഇതേമാതിരി ഫാമിലിയിലുള്ള ഫാമിലി പറഞ്ഞാൽ ഹസ്ബൻഡും വൈഫും ഉള്ള കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അപ്പം പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമാശക്ക് പറയുന്നതാണെന്നുണ്ടെങ്കിൽ പോലും അതിലുള്ള കുറച്ച് തെറികളൊക്കെ പറ്റുകയാണെങ്കിൽ കമ്മിയാക്കിയാൽ ഞങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കുട്ടി അടക്കം ഇരുന്ന് കാണുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എൻ്റെ അടുത്തുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് അല്ല, ഞാൻ അതിൻ്റെ ചാറ്റ് തന്നെ ഉണ്ട് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓഡിയൻസ് ഒക്കെ ഇവർ ഈ ഇതേപോലെ ഷോർട്സ് കണ്ടാണ്ടാണ് ഞങ്ങൾ നിങ്ങളെ ലൈവ് കാണാൻ തുടങ്ങിയത്. അങ്ങനത്തെ ഓഡിയൻസ് ഒക്കെ പയ്യെ വരുന്നതാണ്, മനസ്സിലായോ? അതൊക്കെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ലൈവ് കാണുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ ഗ്രാജുവലി കൂടി വരേണ്ടതാണ്. അങ്ങനെ വന്നത് തന്നെയാണ് നമ്മളെല്ലാവരും. അതിന് ജസ്റ്റ് എന്താ പറയുക, ഒരു കൈത്താങ് പോലെ ഓരോരുത്തരും നമുക്കൊരു സപ്പോർട്ട് പോലെ ചെയ്തു തരുന്നതിനാണ് ഈ റെയ്ഡ്. അതേപോലെ ഈ പറയുന്ന ഓരോ എന്താ പറയുക വേറെയുള്ള ആൾക്കാരെ ലൈവ് ത്രൂ നമ്മൾ വന്നിട്ട് നമുക്ക് കുറച്ച് എക്സ്പോഷർ കിട്ടുക എന്നൊക്കെ പറയണത് അത് അങ്ങനെ ഉണ്ടായി വരുന്നതാണ്. അല്ലാതെ ഈ പറയുന്ന ഒരാളും ഈ പറയുന്ന ഇതിൽ ഇപ്പം ഇവിടെ ഈ ഒരു ലൈവിൽ അഥവാ ഈ MRC ബേസ് ചെയ്തിട്ടുള്ള ലൈവിൽ ആർക്കും തന്നെ തൊപ്പി എന്നുള്ള ഒരു ഫാക്ടർ ഇല്ലാതെ ഈ പറയുന്ന ഷമീറില്ല, ഷെയ്ക്കില്ല, മാക്കില്ല, റാംബോ അല്ല എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വാച്ചിങ് കൂടുന്നത് ഈ പറഞ്ഞ സംഭവമാണ്. നമ്മൾ ഇതേമാതിരി കണ്ടൻസ് റീമാർക്കറ്റ് ചെയ്ത് സപ്ലൈ ചെയ്ത് മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിലും ഈ പറയുന്ന പോലെ യൂട്യൂബിലൊക്കെ ഇതിങ്ങനെ പോകുന്നതിനനുസരിച്ചാണ് നമുക്ക് വാച്ചിങ് ഗ്രാജുവലി കൂടുക. അല്ലാന്നുണ്ടെങ്കിൽ തൊപ്പി ആദ്യം തന്നെ അല്ലെങ്കിൽ ഷമീറിന് എത്രയാണോ വാച്ചിങ് ഉണ്ടായിരുന്നത് ആ സംഭവം അങ്ങനെ അത്ര മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. അതിന് കുറയാനും പാടില്ല. കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്യാരക്ടർ വൈസിലോ അല്ലെങ്കിൽ നമ്മളെ കണ്ടന്റിന്റെ മോശത്തിന്റെ പുറത്തോ അത് കുറയണം. കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ നല്ല കണ്ടന്റിന്റെ പുറത്ത് മാത്രമേ കൂടുള്ളൂ. ഇപ്പം ഷമീറൊക്കെ ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ RPയിൽ വന്ന സമയത്ത് ഷമീറിന്റെ വാച്ചിങ് ഒക്കെ 15K 10K അതിൽ നിന്ന് കുറഞ്ഞത് 1000 അയക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് അവൻ്റെ കണ്ടന്റ് സപ്ലൈ ചെയ്യുന്നതിന്റെ മോശം, അല്ലാന്നുണ്ടെങ്കിൽ അത് അവൻ്റെ ക്യാരക്ടറിന്റെ മോശം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അവൻ്റെതായ മിസ്റ്റേക്ക് ഉണ്ട്. മേ ബി അവൻ ഗ്യാപ്പ് എടുത്തതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാരണം കൊണ്ടേക്കാരം. എനിക്ക് ഇപ്പോൾ ഈ പറയുന്ന തൊപ്പിയാണെന്നുണ്ടെങ്കിലും ഇപ്പം ഇനി ഷമീർ ആണെന്നുണ്ടെങ്കിലും ഒക്കെ എനിക്ക് റൈഡ് വന്നിരുന്ന സമയത്ത് എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ 10 വാച്ചിങ്ങിൽ സ്ട്രീം ചെയ്ത് 10 വാച്ചിങ്ങിൽ മണിക്കൂറോളം സ്ട്രീം ചെയ്ത ഒരാളാണ് ഞാൻ. അത് ഇവിടെ നന്നായിട്ട് റക്കനറിയാം, സൈഫറിനറിയാം. ഇതിലുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും അറിയോന്ന് ചോദിച്ചാൽ ഇതില്ല. ഉസ്മാൻ അറിയുന്നുണ്ടാവും, ഈ പറഞ്ഞ മാക്കിനെ അറിയുന്നുണ്ടാവും. അങ്ങനെ എല്ലാവർക്കും അറിയുന്ന ഞാൻ 10 വാച്ചിങ്ങിൽ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഈ സാധനം ഇനി നാളെ ഒരു ദിവസം പെട്ടെന്ന് ഇത് കമ്മിയായി ഒരു 200-ലും 300-ലും സ്ട്രീം ചെയ്യേണ്ടി വന്നാൽ പോലും എന്നെ സംബന്ധിച്ച് അത് എനിക്കൊരു വിഷയമേ അല്ല. കാരണം എനിക്കിതൊരു ഫസ്റ്റ് പ്രയോറിറ്റി ഓഫ് പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ഒന്നും അല്ല എന്നെ സംബന്ധിച്ചത്. എന്നാലും ഇത് എനിക്കൊരു എൻ്റെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനും എൻ്റെ പേഴ്സണൽ ഹാപ്പിനെസ്സിനും വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ എനിക്ക് വാച്ചിങ് കുറഞ്ഞു കരുതിയാണ്ട് എനിക്ക് ഈ പറഞ്ഞ മാതിരി ബാക്കിയുള്ള ആൾക്കാരെ വാച്ചിങ് കുറക്കാൻ വേണ്ടി പോവുക. എൻ്റെ വാച്ചിങ് കുറഞ്ഞാൽ ഇപ്പം എൻ്റെ വാച്ചിങ് കുറഞ്ഞു, മാക്കിൻ്റെ വാച്ചിങ് കൂടി. അപ്പോൾ എന്താ ഞാൻ ചിന്തിക്കും, മേ ബി എന്തുകൊണ്ട് എൻ്റെ വാച്ചിങ് കുറഞ്ഞു, മാക്കിനും അങ്ങനെ വാച്ചിങ് കൂടി. അങ്ങനെ ചിന്തിച്ചിട്ട് മേ ബി ഞാൻ എൻ്റെ വാച്ചിങ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല കണ്ടൻസ് സപ്ലൈ ചെയ്യാൻ തുടങ്ങും. അത്രേ ചെയ്യുള്ളൂ. അല്ലാതെ
മാക്കിൻ്റെ വാച്ചിങ് കുറക്കണം എന്ന് കരുതിയിട്ട് അവരെ താത്താൻ വേണ്ടിയിട്ട് ഉള്ള ചെയ്യുന്ന പരിപാടി പൊതുവെ അത് ചെയ്യണത് ഒട്ടും ശരിയല്ല. ഫസ്റ്റ് തിങ് അതാണ് മെയിൻലി പറയാനുള്ളത്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ തൊപ്പിയാണെങ്കിലും ഷമീറാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ റെയ്ഡ് തന്നിക്കണമെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ എന്തൊക്കെ ചെയ്ത് തന്നിക്കണമെന്നുണ്ടെങ്കിലും ആ സമയത്തുള്ള എൻ്റെ വാച്ചിങ്ങും ഇപ്പം എൻ്റെ ഉള്ള വാച്ചിങ്ങിലും എന്തായാലും എനിക്ക് പേഴ്സണലി ഉറപ്പ് പറയാം, ഞാനത് അത്രയും എഫേർട്ട് ഇട്ട് എൻ്റെ സ്ട്രീമിങ്ങിൽ എനിക്ക് ഗ്രാജുവലി ഇമ്പ്രൂവ് ആവണം എന്ന് കരുതി ഞാൻ നല്ല കണ്ടന്റ് സപ്ലൈ ചെയ്തിട്ടും ഞാൻ ഗ്യാങ്ങിന് വേണ്ടി അത്രയും എൻ്റെ ടൈം ഞാൻ എഫേർട്ട് ഇട്ടിട്ടും തന്നെയാണ് എനിക്ക് ആ വാച്ചിങ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയെന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. മനസ്സിലായില്ലേ? ബാക്കിയുള്ള ആൾക്കാരെ പോലെയല്ല. ഞാൻ ഇതിമേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർക്ക് ആർക്കൊക്കെ എത്രത്തോളം അറിയുന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ എൻ്റെ രാവും പകലും ഈ ഗ്യാങ്ങിന് വേണ്ടി ഞാൻ നിൽക്കലുണ്ട്. അത് ഇവിടെ ആർക്കൊക്കെ ഇവിടെ റിലേറ്റ് ചെയ്ത് പറയാൻ കഴിയുമെന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷേ ഇവിടെ കുറുപ്പാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും പുതിയ വന്നോലും പഴയ വന്നോലും ആർക്ക് എന്ത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ നിന്നൊടുക്കലുണ്ട്. മാക്ക് നിൽക്കായിട്ടോ ഇതാക്കായിട്ടോ ഒന്നല്ല. ഞാൻ മാക്കിനെ അങ്ങനെ ഇതിൽ ഞാൻ എൻ്റെ പേരെടുത്ത് പ്രത്യേകിച്ച് പറയണത് എന്താ വെച്ചാൽ ഇതിൽ കംപ്ലീറ്റ്ലി ഇപ്പോൾ അവിടെ ഷമീർ ഇരുന്നുകാണ്ട് പറയണതൊക്കെ മെയിൻ തിങ് ഫസ്റ്റ് ഒരു എന്താ പറയുക, ഈ മാലിക്കിനെ പറ്റി പറഞ്ഞ എന്തോ ഒന്ന് രണ്ട് സാധനമൊക്കെ ഞാൻ ഓൾറെഡി കണ്ടു. അതിൽ ഉറപ്പാണ് ഒന്ന് അണ്ണന്മാർ അല്ലെങ്കിൽ എൻ്റെ മേലുള്ള ഇക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഞാനായിരിക്കും. ഞാൻ എന്തായാലും ഉണ്ടാവും. പിന്നെ അതിൻ്റെ മേലക്കുള്ള ആൾക്കാരുണ്ടോ എന്നുള്ളത് ഇപ്പം ഞാൻ നാളെ എന്തൊരു വീഡിയോ ഇറക്കുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അത് വരുമ്പോൾ കാണാം. അതിലുണ്ടെങ്കിൽ ചിലപ്പം റാമ്പോ ആയിരിക്കും, അല്ലെങ്കിൽ നിയാദായിരിക്കും, തൊപ്പി ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അവൻ ചെയ്യട്ടെ. അത് അവൻ ചെയ്തതിന് ശേഷം നമുക്ക് സംസാരിക്കേണ്ട കാര്യമുള്ളൂ, അല്ലാതെ ഇപ്പം പറയേണ്ട കാര്യമില്ല. പിന്നെ ഡബ്ല്യു മാലിക്, ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം തിങ്ക് ചെയ്താൽ മതി. ഇവിടെ ഇത്രയും ആൾക്കാരെ കൊണ്ട് നടന്ന് ഇവരെ ഈ ഒരു 10-45 ആൾക്കാരെ നിങ്ങൾക്കറിയാം, ഇതിൽ OG ആയിട്ട് കാണുന്ന ഈ പറയുന്ന 3000-3500 ആൾക്കാരെ എന്തായാലും ഇവിടെ വന്ന് റെഗുലറായിട്ട് സ്ട്രീം ചെയ്യണ ഒരു 2.5K 2.8K ആൾക്കാർക്ക് എന്തായാലും അറിയും നമ്മളെ ഗ്യാങ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എങ്ങനെ പോയിക്കൊണ്ടിരുന്നതെന്നും ആ താന്ന് കടന്നോടത്തുനിന്ന് ഇതേമാതിരി എങ്ങനെയാണ് നമ്മളിത് പൊക്കി എടുക്കാൻ നോക്കിയതും പൊക്കി എടുത്തതും ആരൊക്കെ വന്നതിന് ശേഷമാണ് നമ്മളെ ഗ്യാങ് നന്നായതെന്നും അതിൽ ആരൊക്കെ പോയതിന് ശേഷമാണ് നമ്മളെ ഗ്യാങ് നന്നായതെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതൊക്കെ നിങ്ങൾ വിറ്റ്നസ് ചെയ്ത കാര്യമാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് ഇനി പ്രൂഫ് അടക്കം പാസ്റ്റ് എടുത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ഒരു സംഭവം ഒന്നുമല്ല. അത് റെഗുലർ ഓഡിയൻസാണ് നിങ്ങളൊക്കെ, ഇതിൻ്റെ റെഗുലറായിട്ട് ഇത് കാണണേ, നിങ്ങൾ ഇതിൻ്റെയൊക്കെ വിറ്റ്നസ്സുകളാണ്. അപ്പോൾ പിന്നെ അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ഒരു കാര്യമൊന്നുമില്ല മെയിൻലി. കാരണം നമ്മൾ ഡൗൺ ടൈം ആയി നിൽക്കുന്ന സമയത്ത് ഇതേപോലെ ഷമീറ പോയത് തന്നെയാണ്, അത് എല്ലാവർക്കും അറിയാം. അത് അവൻ്റെ എന്ത് ആവശ്യത്തിനോ അവൻ്റെ വേറെ എന്തൊക്കെ കാര്യത്തിന് പോയതാണെന്നുണ്ടെങ്കിലും ആ സമയത്ത് നന്നായിട്ട് ഗ്യാങ് ഊമ്പി തട്ടി നിൽക്കുന്ന ഒരു സമയമായിരുന്നു RP അപരാധം. അതേപോലെ ഫാൽക്കൻ്റെ കേസ് അന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഫാൽക്കൻ്റെ കേസ് RP അപരാധം എന്നുള്ള രീതിയിൽ ആ ഒരു സമയത്തൊക്കെ നമ്മളെ ഗ്യാങ്ങിലെ ഓരോരുത്തരെയും മെൻ്റലി ഡൗൺ ആയി നിൽക്കുന്ന സമയമാണ്. അഥവാ ഇങ്ങനെ PC അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, മെൻ്റലി ആർക്കും തീരെ സിറ്റിയിൽ പോലും കയറാൻ താല്പര്യമില്ലാതെ മൈൻഡ് ഫക്കായി നിന്ന് മേ ബി ഈ ഗ്യാങ് ഷട്ട് ഡൗൺ ആവും എന്ന് വിചാരിച്ചോടത്തുനിന്ന് നമ്മൾ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഗ്യാങ്ങാണിത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തതാ ഓൾറെഡി. ഈ പറയണ പോലെ മുമ്പ് ഞങ്ങളൊരു കട ഇട്ടീനി, ഒരു 10-40 ലക്ഷം റുപ്യേൻ്റെ ഒരു കട ഇട്ടിട്ട് അത് ഒരു കട തുടങ്ങി ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് ഇതേപോലെ റോഡ് പണി തുടങ്ങി കടൻ്റെ മുമ്പിൽ തന്നെ. ആ കടൻ്റെ മുമ്പിലെ റോഡ് പണി കാരണം 2 മാസത്തോളം കച്ചവടമില്ലാതെ കട പൂട്ടാണ്ടി വരും എന്ന അവസ്ഥയിലെത്തി. ആ ഒരു സമയത്ത് അതിലുണ്ടായിരുന്ന പാർട്ട്നേഴ്സൊക്കെ ഓലെ എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു വേണം, ഇങ്ങനത്തെ ഒരു കുടുക്കിലാണ് വന്ന് നമ്മൾ ചാടിയെന്ന് അറിഞ്ഞില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് നമ്മളൊരു 75% അവർക്ക് നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു കൊടുത്ത് ആ ഒരു 2-3 മാസം കഴിഞ്ഞ് ആ റോഡ് പണിയൊക്കെ കഴിഞ്ഞപ്പം കടയിൽ ഭയങ്കര കച്ചവടമായി. അൽഹംദുലില്ലാ നല്ല റാത്തായാണ്ട് കടയൊക്കെ ഇങ്ങനെ പോലെ തുടങ്ങിയപ്പം അതിൽ ഷെയർ കിട്ടാണ്ടോ, നമ്മളാ പഴയ ഷെയർ നമ്മളാ പൈസ തരേനി. അപ്പം നിങ്ങൾ എന്ത് പറയും? പോടാ കുണ്ണേന്ന് പറയില്ലേ? അതാണ് ഊമ്പിക്കോ എന്നുള്ളത് പറയും, എന്തായാലും അത് പറയും. കാരണം കച്ചവടം നടക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ അതിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളും അത് എന്തെങ്കിലും ഒരു നസീബ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ഇതിൽ മനസ്സിലാവണ്ടല്ല, എന്തെങ്കിലും ഒരു വിധിൻ്റെ പുറത്താവുമല്ലോ അതിൽ അവിടെ കച്ചവടം ഇല്ലാതായി ഉണ്ടാവുക. അത് ഓവർകം ചെയ്ത് ആ സമയത്ത് സ്ട്രഗിൾ ചെയ്ത ആൾക്കാരൊന്നും അപ്പോൾ ഒന്നും അല്ലാതെ
ഇതെന്താണിത്, ഇതാരാണ് ഈ ചങ്ങ ഇങ്ങനെ മെസ്സേജ് അയക്കണേ. അത് ഒരു സമയം വരുമ്പം അതിലൊരു നല്ല സമയം ഉണ്ട് എന്ന് കാണുമ്പം അതിലേക്ക് കയറാൻ അതേപോലെ തന്നെയല്ലേ ഇപ്പം നമ്മൾ കോട്ടൻ്റെ കേസാണെന്നുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ ഈ പറഞ്ഞ പോലെ വേണ്ടാന്ന് വെച്ചത്. ഇവിടെയുള്ള ആൾക്കാർക്കും കൂടി കളിപ്പിക്കാൻ താല്പര്യം വേണ്ടേ? കാരണം ഇതിന്റെ അകത്ത് ഇപ്പം ഇനി ഒരു എക്സാമ്പിൾ ഇപ്പം ഷമീർ തന്നെ അവന്റെ ലൈവിൽ പറഞ്ഞത് ഇതിന്റെ അകത്ത് ആർക്കും കളിപ്പിക്കാൻ താല്പര്യമില്ലാത്ത റാംബോ ഈ സംഭവം പറഞ്ഞപ്പം ഷമീർ തന്നെ അതെ അതുകൊണ്ടാണ് അത് അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കളിപ്പിക്കാതൊക്കെ തന്നെയാണ് നല്ലതെന്നുള്ളത് ഷമീർ തന്നെ പറഞ്ഞു. ഇപ്പൊ ഇവിടെ അവൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും അഭിനയിച്ച് നിൽക്കേണ്ടി വരും, മനസ്സിലായോ? ആർക്കും അതൊരു പേഴ്സണലി താല്പര്യമില്ലാതെ അഭിനയിച്ച് നിൽക്കേണ്ടി വരും. പിന്നെ എന്തിനാ നമ്മൾ അങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ട് പിന്നെ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഇതൊരു നല്ല രീതിക്ക് ഇപ്പം ഞാനൊരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ റാംബോക്ക് പ്രശ്നമല്ല, റാംബോ ഒരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമല്ല, മാക്ക് ഒരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും റാംബോക്കും പ്രശ്നമല്ല, ഞങ്ങളൊരു തീരുമാനം എടുക്കണതിൽ മാക്കിനും പ്രശ്നമല്ല. അത് ഈ ഗ്യാങ്ങിന്റെ നല്ല നടത്തിപ്പിന് അതാണ് നല്ലത്. അപ്പം അതിൽ കുറേ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി കുറേ ആൾക്കാർ വന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഗ്യാങ് നല്ല രീതിക്ക് മുന്നോട്ട് പോവുക. ഈ MRG GTA കാണാൻ താല്പര്യമുള്ള ഓഡിയൻസ് മാത്രം, മനസ്സിലായ, അങ്ങനത്തെ ഓഡിയൻസ് മാത്രം നിൽക്കുക. ഇനി അതിൽ 1 by 1 എനിക്ക് എന്താ പറയാ ഞാൻ പറയുമായിരുന്നു മേ ബി, പക്ഷേ വേണ്ട, നാളെ അവൻ്റെ വീഡിയോ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയാം, അതായിരിക്കും നല്ലത്. ഇതെന്താ അയ്യോ ഓൺ ദ സ്പോട്ട് ക്ലിപ്പൊക്കെ വരൽ തുടങ്ങി ഇവിടെ. ഞാൻ ആര് പറയട്ടെ ഗൈസ്, എന്തിനാണ് ഇങ്ങനെ ഈ വാച്ച് പാർട്ട് ചെയ്തിട്ട് അപ്പപ്പോൾ ഓൺ ദ സ്പോട്ടിൽ ഈ മറുപടി? ഞാൻ എന്തായാലും ഇത് പ്ലേ ചെയ്യുന്നില്ല, കാരണം ഇത് നിങ്ങൾക്ക് എന്തായിരിക്കും എന്നറിയോ, ഇതൊരു മാതിരി വാച്ച് പാർട്ടി പോലെ ആയിരിക്കും. ഇപ്പൊ അവിടെ ഞാൻ പറഞ്ഞതിന് മറുപടി പറയും, അതിന് മറുപടി ഞാൻ പറയാം. എനിക്കിപ്പോ ഈ സാധനം അവനെ ഫോൺ വിളിച്ചങ്ങാണ്ട് പറഞ്ഞാൽ പോരെ? ഈ സാധനം ഫോൺ വിളിച്ചങ്ങാണ്ട് തീരുമാനമാക്കേണ്ട കേസല്ലേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഓൻ ഈ VC വിളിച്ചിരുത്തിങ്ങാണ്ട് ഞങ്ങൾ രണ്ടാളും തമ്മിൽ വർത്താനം പറഞ്ഞാൽ പോരെ? അല്ലാതെ ഒരാളെ ലൈവ് വാച്ച് പാർട്ടി ചെയ്യുക, അതിരുന്ന് കണ്ടുകാണ്ട് അതൊക്കെ ഒരു ലൂപ്പാ. ഇത് ഇടേണ്ട കൈസ്, ഇത് ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കിയേക്ക്, ഈ കൊണ്ടുവന്നിട്ടതൊക്കെ. എനിക്കിത് പ്രത്യേകിച്ച് അറ്റ് എ ടൈം 2 ആൾ ലൈവ് കാണാൻ കഴിയുക അതന്നെ. എനിക്കിതിലൊന്നും പേഴ്സണലി ഒന്നും പറയാനില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്താ പറയാ, സിറ്റിക്കകത്ത് ഓരോരുത്തർക്കും ഒരു ക്യാരക്ടർ ഉണ്ട്, ഓരോരുത്തർക്ക് ആ ക്യാരക്ടറിന് ഒരു ഓറ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് നമ്മൾ കളിക്കുന്നത് GTA ആണ്, GTA RP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി റോൾ പ്ലേ ആണ്. റോൾ പ്ലേയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിറ്റിക്കകത്ത് കയറിയ ഒരു നാടകം, നമുക്കൊരു ക്യാരക്ടർ ഉണ്ടാവും, നമ്മളൊരു എന്താ പറയുക ഒരാളായി അഭിനയിക്കുകയാണ് നമ്മൾ അതിൻ്റെ അകത്ത്. അല്ലാതെ അതൊരു വിർച്വൽ വേൾഡ് മാത്രമല്ല, അല്ലാതെ റിയൽ ലൈഫ് അല്ല. അപ്പം നമുക്ക് നമ്മളെ റിയൽ ലൈഫിൽ നടത്താൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ റിയൽ ലൈഫിൽ എങ്ങനെയൊക്കെയാണോ അതേപോലെയൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് ചെയ്യണോ. അതാണ് ഇതിൻ്റെ ഈ ഒരു നമ്മളിപ്പോൾ ചെയ്യണ RP എന്ന് പറയുന്നത്. അതിൽ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ഓറ ഉണ്ടാവും, അല്ലെങ്കിൽ ചില ക്യാരക്ടേഴ്സിന് തീരെ ഓറ ഉണ്ടാവില്ല, ചില ക്യാരക്ടേഴ്സ് വെറും അത് അങ്ങനത്തെ ആൾക്കാരും വേണം. ഇപ്പം എന്താ പറയുക, ഇപ്പം നമ്മളെ സമൂഹത്തിൽ ചെറിയ ഷോപ്പ് ചെയ്യണ ആൾക്കാർ വേണം, അല്ല എല്ലാവരും ബിസിനസ്മാൻമാരായ അപ്പോൾ അവിടെ സെയിൽസ്മാൻ ഉണ്ടാവില്ല, മനസ്സിലായി? അവിടെ ഓരോന്നിനും ഓരോ സംഭവമല്ലേ. അതേപോലെ സിറ്റിക്കകത്ത് പൈസ ഉള്ള ആൾക്കാർ വേണം, ഇതേമാതിരി പൈസ ഇല്ലാത്ത ആൾക്കാർ വേണം, ഇതേമാതിരി ഈ തെണ്ടി തിരിഞ്ഞാണ്ട് നടക്കണ RP ചെയ്യാൻ പറ്റിയ ആൾക്കാർ വേണം, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നത് ഉസ്മാൻ, അതേമാതിരി ജമാലു, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ, അതേപോലത്തെ ആൾക്കാർ വേണം. സിറ്റിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിർബന്ധമായ കാര്യങ്ങളാണ്. അതേപോലെ ഇപ്പം ഞാൻ എൻ്റെ സിറ്റിക്കകത്ത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ 6 മാസം മുമ്പ് അല്ല ഒരു 8 മാസം മുമ്പൊക്കെ ഞാൻ സിറ്റിക്ക് വന്നത്. അന്ന് തൊട്ടേ ഞാൻ സിറ്റിയിൽ എനിക്ക് ഉണ്ടാക്കി വെച്ച ഒരു ക്യാരക്ടറും എനിക്ക് ഉണ്ടാക്കി വെച്ച ഒരു ബേസും ഉണ്ട്. അഥവാ ഞാൻ നന്നായി പൈസ ഇറക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇതിൽ കളിച്ചുകൊണ്ടിരുന്നതിന് സെർവറിൽ. നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ടിങ് തൊട്ട് കാണുന്നവർക്കൊക്കെ അറിയും, സിറ്റിയിൽ അത്യാവശ്യം നല്ല പൈസ ചിലവാക്കി കൊണ്ട് തന്നെയാണ് ഞാൻ കളിച്ചിരുന്നത്. അതേമാതിരി ഒരു 2 മാസം കഴിഞ്ഞിട്ടോ 1 മാസം കഴിഞ്ഞിട്ടൊക്കെ തന്നെയാണ് മാക്ക് വന്നത്. മാക്ക് ആ ഒരു രീതിക്കല്ല, മാക്ക് കുറേ പാട്ടൊക്കെ പാടി അങ്ങനത്തെ ഒരു രീതിക്കായിരുന്നു. അത് ഓരോരുത്തർക്കും ഓരോ ബേസ് ഉണ്ടാവും, മനസ്സിലായോ? ഞാൻ അന്ന് തൊട്ടേ ക്രിയേറ്റ് ചെയ്ത് വന്ന എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ആ ക്യാരക്ടർ ഓറ ലോസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇറക്കുന്ന സിനിമാറ്റിക്സിലും അതേപോലെ എല്ലാത്തിലും എൻ്റെ ഒരു പേഴ്സൺ, അത് നിങ്ങൾക്ക് തന്നെ ആ ഫീലിങ്സ് കിട്ടും. അതാണ് അതിൻ്റെ മാറ്റം, മനസ്സിലായോ? അത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം, ഷമീർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്നാണ്ട് ഒരു ഫ്ലേട്ടിങ് ടൈപ്പ് ഓഫ് RP ചെയ്തത്, മനസ്സിലായോ? അത് നിങ്ങൾക്കതൊരു
എന്താ പറയാ, ആരും ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് RP ചെയ്യണ കാണുമ്പം ഒബ്വിയസ്ലി നിങ്ങൾക്ക് അത് ഭയങ്കര ഒരു എന്റർടൈനിങ് ആയിട്ട് തോന്നും. അത് ഈവൻ സെർവറിലെ അഡ്മിൻസ് ആയിട്ടുള്ള കുറേ ആൾക്കാർ, മാനേജ്മെന്റ് സൈഡിൽ നിന്നുള്ള കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, VC പോന്നോ, ഷമീർ കാളിങ് എനിക്കൊന്നും വിളിച്ചിട്ടൊന്നുമില്ല, ഞാൻ പോകുന്നില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഗൈസ്. ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഓഫ് സ്ട്രീമിൽ സംസാരിക്കും, അല്ലാതെ ഇതാ ഈ കണക്കിനുണ്ടല്ലോ എന്ത് ഇത് ഇങ്ങനെ വ്യൂവർഷിപ്പ് ഉണ്ടാക്കിയ കുറച്ച് ഗുണങ്ങളുണ്ടല്ലോ. ഷമീർ ഹെയ്റ്റ് തന്നെന്നും പറഞ്ഞിട്ട് ഷമീറിന്റെ റെയ്ഡും ഷമീറിന്റെ എല്ലാ ഇതും മേടിക്കേണ്ട എല്ലാം മേടിച്ചെടുത്തിട്ട് പിന്നെ ഷമീർ വിളിച്ചാൽ ഫോണും എടുക്കൂല, ഷമീർ മെസ്സേജ് അയച്ചാൽ റിപ്ലൈയും തരാത്ത ഗുണങ്ങളുണ്ടല്ലോ. ഈ ഗുണകള് ഇതില് ഞാൻ പറഞ്ഞേ, ഇതില് ഷമീർ ഹെയ്റ്റ് തന്നു എന്ന് പറഞ്ഞാണ്ട് ഗുണകൾ എന്നുള്ളത് മെയിൻലി ഒന്ന് പറയണത് ഞാനായിരിക്കും, ഒന്ന് മാക്കും ആയിരിക്കും. ഞങ്ങൾ രണ്ടാളേ അത് പറയുള്ളൂ, കാരണം ഞങ്ങൾ രണ്ടാളുമാണ് അത് പറഞ്ഞത്. അപ്പം ഇതിനൊക്കെ റിപ്ലൈ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പൊ ഇവൻ പറയാൻ തുടങ്ങിയത് എന്തുകൊണ്ടാ, ഇവന് ഇപ്പൊ ഒരു 100-200 വാച്ചിങ് കുറഞ്ഞതുകൊണ്ടാ കഴിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്നെ സംബന്ധിച്ച് ഇതൊരു 100 വാച്ചിങ്ങിൽ ഞാൻ സ്ട്രീം ചെയ്യേണ്ടി വന്നാലും ഞാൻ സന്തോഷമായിട്ടിരുന്ന് സ്ട്രീം ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ സ്ട്രീം വരൂല. കാരണം എനിക്ക് ഇതൊന്നും എന്നെ സംബന്ധിച്ച് എനിക്കിതൊന്നും ഒരു പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം അല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പരിപാടി നോക്കി വേറെ പോവും. ഇല്ലാന്നുണ്ടെ ഗ്യാങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി നിൽക്കും. അത് കാണണമെന്നുള്ളവർക്ക് മാത്രം എൻ്റെ ലൈവ് വന്ന് കാണാം. അത് 100 ആയാലും 500 ആയാലും 1000 ആണെങ്കിലും ഞാൻ സ്ട്രീം ചെയ്യും. അല്ലാതെ ഇതേമാതിരി വാച്ചിങ് കുറയുമ്പം ഞാൻ ഊമ്പി തന്നിട്ടല്ലടാ കുണ്ണെ നീയെല്ലാം പൊന്തിയത്, ആ ടൈപ്പ് വർത്താനം ഞാൻ പറയൂല. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷമീർ ഇനി ഇപ്പൊ തൊപ്പി എങ്ങനെയാണോ ഷമീറിന് ഇനീഷ്യേറ്റ് ചെയ്ത് കൊടുത്തത്, അതേപോലെ തൊപ്പി എനിക്കും തന്നുകണ്. സെയിം ലൈക്ക് തൊപ്പി എനിക്കും തന്നുകണ്, മാക്കിനും കൊടുത്തുകണ് റെയ്ഡും കാര്യങ്ങളൊക്കെ. അപ്പൊ അവിടെ ഷമീർ എന്നുള്ളൊരു ഫാക്ടർ മാത്രം പറയരുത്, മനസ്സിലായ? ഷമീറും തന്നിക്കണ് എനിക്ക്, ഓക്കെ, അതും ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തുക്കണ്. ഇതിലുള്ള ആർക്കൊക്കെയാടാ ഞാൻ റൈഡ് തരാത്തത്? ഇതിൽ ആർക്കെങ്കിലും ഞാൻ റൈഡ് തരാത്തതുണ്ടോ ഈ VC ഇരിക്കുന്നത്? ഇവന്മാർക്കൊക്കെ ഞാൻ റൈഡ് കൊടുത്താണ്. ഇന്ന് ഇതിൽ മാലിക് സ്ട്രീം ഇപ്പൊ വരാത്തോണ്ടാ. മാലിക് സ്ട്രീം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 800 വാച്ചിങ് കയറലുണ്ട്. പിന്നെ ഞാൻ എന്ന് ലൈവ് ഞാൻ നിർത്തി പോണോ അന്നൊക്കെ മാക്കിന് ഞാൻ ഹോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടാ പോലെ. മാക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ മാക്ക് പറയട്ടെ, ഇതേമാതിരി ഹോസ്റ്റ് ചെയ്ത് മാക്കിന് ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാരി ഒരു വാച്ചിങ്ങും 10 വാച്ചിങ്ങും സ്ട്രീം ചെയ്തുകൊണ്ട് നിന്നതിന് അവനെ ഇന്റെ കൂടെ RP കളിക്കാൻ നിർബന്ധിച്ച് വിളിച്ചു വരുത്തി, നിർബന്ധിച്ച് കളിപ്പിച്ച് ഓന് റെയ്ഡും ആവശ്യത്തിലാറ് സാധനങ്ങളും കൊടുത്തിട്ട് തന്നെ മാരി ഇന്നൊരു സ്ട്രീം ഇട്ട് കഴിഞ്ഞാൽ 300-400 വാച്ചിങ് മാരിക്ക് കയറുന്നുണ്ട്. ചാർലിക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. ചാർലി അവന് ഈ ലൈവ് സ്ട്രീം ചെയ്യണതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ടാ. ഉസ്മാനും ഇഷ്ടം പോലെ ഞാൻ റെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേ അംബാന് മോഡറേറ്റർ പോലും റെഡി ആയി കൊടുത്തത് ഞാനാ. ലൈവ് ഇടണം എന്ന് നിർബന്ധിച്ചതും ഞാനാ. ദിഗോഡിന് ഇതേപോലെ സ്റ്റാർട്ടിങ്ങിൽ 1.5K റെയ്ഡ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഇതേമാതിരി റെയ്ഡ് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഞാൻ ഈ വന്ന സമയം കൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയാവുന്നതെല്ലാം ഞാൻ ചെയ്തു. ഞാൻ ഗ്രൂപ്പ് ഉണ്ടാക്കി, ഞാൻ സ്വന്തമായിട്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, അതിലേക്കൊക്കെ മെമ്പേഴ്സിനെ കൊണ്ടുവന്ന് ഈ പറയുന്ന ആൾക്കാരതൊക്കെ ഞാൻ ലിങ്ക് അതിൽ ഷെയർ ചെയ്ത് കൊടുക്കലുണ്ട്. ഈ പറയുന്ന ദിഗോഡിൻ്റെ ലിങ്ക് അതിൽ വരലില്ലേ, അഡ്മിൻസിനോട് ചോദിച്ചുകൊണ്ട് ചെയ്യണം. അത്രേ ഉള്ളൂ അതിൻ്റെ ആകെ ഒരു റൂള്. കാരണം എന്താ വെച്ചാൽ അത് ഇന്നൊരാള് സ്വന്തം ഇഷ്ടത്തിന് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ നാളെ തോന്നുന്ന പോലെ ആവും അത്, മനസ്സിലായി? എല്ലാവർക്കും കൊണ്ടുവന്നിട്ടാണ്ട് അത് ഈ ലിങ്ക് എന്നല്ല, അത് എല്ലാ ലിങ്കും വരൽ തുടങ്ങും നാളെ. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടാകാതെക്കാൻ വേണ്ടിയിട്ട് ആർക്കൊക്കെ ഇത് ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യണോ റെക്കനോടോ അല്ലെങ്കിൽ അതിൻ്റെ അഡ്മിൻസിനോടോ പറഞ്ഞാൽ ഓലത് അത് ചെയ്യും. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ റെയ്ഡ് കൊടുത്തതിന് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഞാൻ ഇപ്പോൾ സ്ട്രീം ചെയ്യണ സമയത്ത് ഇപ്പം ആരെങ്കിലും MRCയിൽ ലൈവ് ഉണ്ടോടാ? ഞാൻ സ്ട്രീം ചെയ്യണ സമയത്ത് ബുള്ള് ലൈവ് വരാറുണ്ടല്ലോ. ബുള്ളിന് ഞാൻ തന്നെയാണ് റൈഡ് കൊടുത്തത്. ബുള്ളിന് ഞാൻ റൈഡ് കൊടുത്ത സമയത്ത് ഇതേമാതിരി സ്റ്റാർട്ടിങ്ങിലൊക്കെ 1K 1.2K ഒക്കെ വാച്ചിങ് ഉണ്ടായിരുന്നു. ബുള്ളിന് അവിടെ ഞാൻ സ്ട്രീം ചെയ്യണ സമയത്ത് തന്നെ ബുള്ള് അവിടെ സ്ട്രീം ചെയ്യാറുണ്ടായിരുന്നു. അത് കരുതിയിട്ട് ഞാൻ ഇന്നേ വരെ ബുള്ള് എന്താ പറയുക, എനിക്കിപ്പോൾ ഞാൻ ഈ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബുള്ളിനെ സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നു. ആ 1.2K കൂടി എനിക്ക് കിട്ടേണ്ട വാച്ചിങ് ആയിരുന്നു. ഈ വാച്ചിങ്ങിൻ്റെ കേസ് ബുള്ള് സ്റ്റിൽ 600 വാച്ചിങ് ഉണ്ട്. അതാ ഞാൻ അതൊന്നും എൻ്റെ മൈൻഡിലാവുന്ന ഞാൻ ചിന്തിക്കാറ് പോലും ഇല്ല. ഞാൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ വാച്ചിങ് എനിക്ക് തന്നെ കിട്ടണം, എനിക്ക് മാത്രം വളരണം, ഞാൻ മാത്രം പൊന്തണം എന്നുള്ള രീതിയിൽ ആവുമായിരുന്നു കാര്യങ്ങൾ, മനസ്സിലായ? അതുകൊണ്ട് ഈ സപ്പോർട്ട് ചെയ്തതിൻ്റെ കണക്കും അതേമാതിരി ഞാൻ അവന് ഹെയ്റ്റ് കൊടുത്തുകൊണ്ട് ഞാൻ ഇതാക്കി എന്നുള്ളതിൻ്റെ കണക്കൊക്കെ ഹെയ്റ്റ് തന്നതുകൊണ്ടാണ് തിന്നിട്ട് കിട്ടിയത് എന്നുള്ളത് പറയണത്, മനസ്സിലായോ? ഇതിൻ്റെയൊക്കെ ബിയോണ്ട് സ്ട്രീം ഓഫ് സ്ട്രീമിലുള്ള വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷെ ഓൻ ചെയ്യട്ട്. ഓൻ്റെ ഈ പറയണ പോലെ ഓൻ്റെ എന്താ പറയുക നാളത്തെ വീഡിയോ ഒക്കെ ഇറക്കി
ഓൻ്റെ കാര്യങ്ങൾ ചെയ്തു വരുമ്പം അപ്പം നമുക്ക് അതിൽ OC കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് OC ആയിട്ട് പോവാം. അത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു RP എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ സ്പ്ലിറ്റിങ്ങും ഈ കാര്യങ്ങളൊക്കെ വന്നത് RP മെന്നായിരുന്നല്ലോ. അപ്പം സ്പ്ലിറ്റ് ഈ RP ബേസിസിൽ OC ഡ്രാഗ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് OC ആയിട്ട് തന്നെ മുന്നോട്ട് പോവാം. ഇതിലിപ്പം മാലിക് സൈഡ് എന്താ, മാലിക് ഈ പറഞ്ഞ പോലെ ഷെഡ്ഡി കണ്ണൻ എന്ന് ഷെഡ്ഡിന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനിപ്പോൾ ഞാൻ ഓനെ ചെയ്തത് ശരിയായി എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ഓൻ്റെ ഭാഗത്തുനിന്ന് ആ ചെയ്തതിൽ ഓൻ്റെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ അതൊരു എന്താ പറയുക, ഇങ്ങനെ കൊട്ടി ആഘോഷിക്കാൻ മാത്രമുള്ള ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അത്രേ ഉള്ളൂ. അത് ചെയ്തത് മിസ്റ്റേക്കാണ്, അത് അത്രേ ഉള്ളൂ. എടാ മിസ്റ്റേക്ക് പറ്റാത്ത ആരാ ഉള്ളത്? ഇന്നിപ്പോൾ ആരതോ കണ്ടു TGL ഒരുത്തൻ ഇതേമാതിരി മാക്കിൻ്റെ ഒരു കേസ് പറഞ്ഞത്. അതൊക്കെ ഇപ്പം അതൊക്കെ ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇൻറ്റൻഷനലി അതൊക്കെ ഇതേമാതിരി നമ്മൾ ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുമ്പം പറഞ്ഞു പോണ കുറേ കാര്യങ്ങളുണ്ട്. അത് ലൈവ് സ്ട്രീം ആണെന്ന് അറിയാതെ പറഞ്ഞതായിരിക്കും, മനസ്സിലായോ? മാലിക് പക്ഷെ അറിയാതെ പറഞ്ഞതാ, ലൈവ് സ്ട്രീം ആണെന്ന് അറിയാതെ പറഞ്ഞതല്ല. പക്ഷെ എന്നാൽ പോലും അതിൽ എനിക്ക് പേഴ്സണലി അങ്ങനെ അത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഞാൻ ഇതൊക്കെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അതൊക്കെ നാളത്തെ വീഡിയോ വരട്ടെ. നാളത്തെ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് മാലിക്കൊക്കെ ഇത് പറഞ്ഞത് എന്നുള്ളത്. ഇവിടെ ഇതിനകത്ത് നിൽക്കുന്ന ഓരോരുത്തർക്കും വ്യക്തമായിട്ട് ഇതിൻ്റെ അകത്ത് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയണോണ്ട് വായിന്ന് വന്ന് പോണതാ, മനസ്സിലായോ? അപ്പം അതൊക്കെ അല്ലേ നാളെ എക്സ്പോസ് ആക്കും. 40 മിനിറ്റിൻ്റെ എന്തോ വീഡിയോ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ വരട്ടെ. അപ്പോൾ അതിൽ എക്സ്പോസ് ആവണത് ആരൊക്കെയാണെന്നുള്ളത് നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെതായ രീതിക്ക് പറയാം. മാലിക് അത് പറഞ്ഞതിൽ റീസൺ ഉണ്ടാവും ഗൈസ്, അത്രമാത്രം ചിന്തിച്ചാൽ മതി. അതിൻ്റെ ഫർദർ പറയാൻ താല്പര്യമില്ല, അത് അവിടുന്ന് പറയട്ടെ. അപ്പോൾ പറയുമ്പോൾ നമുക്കപ്പോൾ നോക്കാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഗൈസ്? മാരി പറയാനുള്ളത് അമ്പാനെ ആ ഡിസ്കോഡ് ക്ലിപ്പ് എടുത്താണ് ശരിക്ക് ഡിസ്കോഡ് ക്ലിപ്പ് ഈ അമ്പാനെ 2 വരി വലിക്കോ, എന്നിട്ട് പ്ലേ ചെയ്താൽ മതി റിയാക്ഷനിലുള്ള. എന്താ നമ്മളാരെ ഇങ്ങനെന്തോ പറഞ്ഞ ക്ലിപ്പ് ഉണ്ടെന്നാ കേട്ടോ, നോക്കട്ടെ. ഹലോ കേക്കാവോ? കേക്ക വലിക ഞാൻ സംസാരിക്കണോ അല്ല, നീ മിണ്ടണ്ട. ഹലോ അമ്പാനെ, എനിക്കത് കേട്ടാ മതി. സംസാരിക്കണോ? സംസാരിക്കുമ്പോ അവസരം തരൂല എനിക്ക്, ഉറപ്പല്ലേ? ഞാനത് നിനക്ക് പറയാനുള്ള ടൈം ആവുമ്പോ പറഞ്ഞാ മതി, ഇപ്പൊ ഒന്നും പറയണ്ട. ഇത് കൊറേ ആൾക്കാർക്ക് എന്താ അറിയടാ, നീ മിണ്ടണ്ട. പറയാനാവുമ്പോ പറഞ്ഞാ മതി, ഇപ്പൊ പറയണ്ട. ഓൾറെഡി പറഞ്ഞു എന്നുള്ളതിന്റെ പേരിലൊക്കെ അതൊരു കലാപമാക്കി മാറ്റാനൊക്കെ ഉദ്ദേശിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിലൊന്നും വെറുതെ പോയാണ്ട് അത് നമ്മൾ വീണ് കൊടുക്കാതെ നിൽക്കുക, മനസ്സിലായോ? ഇത് നമ്മളെ സൈഡിൽ നിന്നാണ് ഇതൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യണമെന്നുള്ളത് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യണ ഓരോ പരിപാടിയാണ്. അതില് പോയി വീണ് കൊടുക്കാതെ നിൽക്കുക. പറഞ്ഞോ മതി. മറ്റേ ഡിസ്കോഡ് റിയാക്ഷൻ എടുത്തേ ആരോ എന്തോ പറഞ്ഞിട്ട് വെച്ചോ, നമുക്ക് കേട്ട് പോവാം, വെറുതെ ഇരിക്കല്ലേ. ഇതെന്ത് MRG ഇല്ലെങ്കിലും അത്രേ ഉള്ളു. എടാ ടോപ്പിക് മാറ്റാം. ഞാൻ ഇപ്പോൾ സൈഫർ അല്ല, അഡ്മിന എന്തേലും ഉണ്ട് DM മെസ്സേജ് ആക്കും. സൈഫറിന്റെ എന്തുവാ സൈഫറിനെ അതല്ല, സൈഫറിനെ നേരത്തെ VC-യിലൊക്കെ വിളിച്ചായിരുന്നു. പക്ഷെ സൈഫറിന് സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു, പോയി. അത് വേറെ കേസ്. അത് മേ ബി ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാളത്തെ സ്ട്രീമിലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും. മേ ബി അത് നോക്കട്ടെ, അതിന്റെ പോക്ക് എങ്ങട്ടാന്നുള്ളത് എനിക്ക് അറിയണം. അപ്പൊ അതിനനുസരിച്ച് ഞാൻ പറഞ്ഞോളാം. എനിക്ക് വേറെ അല്ലാതെ അതിൽ ഫർദർ ഒന്നും പറയല്ല. അവനെ വിളിച്ചിട്ട് പിന്നെ എടുത്തിട്ടില്ല. എടാ മിസ്റ്റേക്ക് ഇക്രോനൊന്നും വലിച്ചടേ. വെച്ചോ എന്താടാ മാരി കാശ് നോക്കട്ടെ. നീ എന്തിനാ നോക്കണേ? റാംബോനെ ഒന്ന് വിളിച്ചാണടാ. അമ്പാനെ ഉറി ഷഡിക്കണ്ടെന്ന് വിളിക്കണ്ട. അപ്പൊ തൊപ്പി ഷഡിട്ട് വിളിയില്ല. അപ്പൊ അതെന്താ? അപ്പൊ അത് എന്താ അന്നോട് ഹേറ്റ് ആയിക്കൊണ്ട് അന്നെ മാത്രം അങ്ങനെ വിളിക്കാന്നാണോ? അങ്ങനെയാണോ? അന്ന ഷഡിയിട്ട് തുള്ളാൻ നിർബന്ധിച്ച ആൾ തൊപ്പി. അപ്പൊ അതില് ഒന്നും ഇതില്ല, ഓൻ ഷഡിയിട്ട് തുള്ളിയിട്ടുണ്ട്. അപ്പം അതൊന്നും ഇതാകുന്നില്ല. ലോജിക്ക് ഇല്ലാത്ത കുണ്ടകളാണ് നിങ്ങൾക്ക് ആദ്യമേ അറിയാം, മനസ്സിലായോ? നിങ്ങൾക്ക് ലോജിക്ക് അത് നാളത്തെ വീഡിയോ വരട്ടെ കൈസ. അതിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് റാംബോ അല്ലേ? BC വരെ
ഇത് ബട്ടർ പന്നി അയക്കണ പെട്ടെന്ന് വാ റാംബോനെ വിളിക്കണം വാ വാ ഓക്കെ ഓക്കെ. റാംബോ ഇനി ഒപ്പീനിയൻ റാംബോ വരട്ടെ കൈസ്, റാംബോ വരട്ടെ നോക്കാം നമുക്ക്. അമ്പാലെ കണ്ട ലൈവ് അതെ അതെ തല്ലിട്ട് തുള്ളി എന്നാല് തുടക്കി ബൈ അടുത്ത ക്ലിപ്പ് കാണട്ടെ, ആൾക്കാർ മീറ്റിംഗ്. ഇത് ഇങ്ങനെ അല്ല ഇത് ഞാൻ കണ്ടു, എനിക്കത് കാണണം. ഇത് പഠിപ്പിച്ചു വിട്ടതാ ഗൈസ്, ഇത് പഠിപ്പിച്ചു വിട്ടതാ. അതായത് ഈ പറഞ്ഞ പോലെ ഷമീറിനെ ഇങ്ങനെ ഹെയ്റ്റ് തന്നു, ഷമീർ ഒന്ന് ചീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്ത് പോയിട്ട് വീഡിയോ ഇട്ടിട്ട് എന്താ അതിന് എന്നെ വിളിക്കോ അല്ലെങ്കിൽ ഷമീർ എന്താ പ്രശ്നം എന്ന് ചോദിക്കോ അല്ലെങ്കിൽ അത് കോംപ്രമൈസ് ചെയ്യാനൊന്നും നോക്കൂല, നേരെ പോയി ലൈവ് ഇടുക. എന്നിട്ട് ഷമീർ ഹെയ്റ്റ് തന്നു എന്ന് പറയാം. ഓൻ്റെ കുറേ വ്യൂവർഷിപ്പ് ഉണ്ട്, ഓൻ്റെ കുറേ ഓൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ എടുത്ത് ഇങ്ങോട്ടേക്ക് തട്ടുക. അങ്ങനെ 4 ആളെ അറിയുക, അങ്ങനെ 4 ആളെ കയറ്റുക, അങ്ങനെ 4 ആള് ഇതാക്കുക. ആ ട്രിക്ക് തന്നെ ഈ കണ്ട കുണ്ണകളും കൂടി ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു കുണ്ണ പറഞ്ഞു കൊടുത്തിട്ടും ഉണ്ടാവും. മനസ്സിലായോ? അതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. അതിലൊരു കുണ്ണ ഞാനും മാക്കുമാണ്. മാക്ക് കേൾക്കുന്നുണ്ടോ? മാക്ക് പോയാ? അല്ല, ആ 2 കുണ്ണാള് എന്ന് പറയുന്നതിൽ ഒരു കുണ്ണ നീയും ഒരു കുണ്ണ ഞാനോ. കാരണം നമുക്കാണ് ഇപ്പൊ ഹെയ്റ്റ് തന്നു എന്ന് പറഞ്ഞത്. പിന്നെ ഇത് പുറത്ത് കോംപ്രമൈസ് ആക്കാനോ അല്ലെങ്കിൽ പുറത്ത് വിളിച്ചാണ്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് അണ്ണൻ പറയുന്നത്. അന്നത്തെ ഒരു വിഷയത്തിന് ശേഷം ഞാൻ ഇതിനെപ്പറ്റി ഇന്നേ നിമിഷം വരെ ഞാൻ സംസാരിച്ചില്ല. കുറച്ചു മുമ്പ് എന്റെ ലൈവിൽ വന്നിട്ട് മാക്കിനെ തന്തയ്ക്ക് വിളിച്ചു. അവർ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാനും താല്പര്യമില്ല, എനിക്ക് ഇതിനെപ്പറ്റി തന്തയ്ക്ക് വിളിച്ചെങ്കിൽ അത് അവന്റെ ലൈവ്, ഞാൻ എന്റെ ലൈവ് തന്തയ്ക്ക് വിളിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പ്രശ്നം തീർന്നില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. ഇതില് ഫസ്റ്റ് ഹെയ്റ്റ് കിട്ടുന്നറിയോ? ഫസ്റ്റ് ഹെയ്റ്റ് കിട്ടുന്നത് ഞാനും ഉസ്മാനെ ഓർമ്മയുണ്ട്. ഞാനും നീയും ഇതേപോലെ ഒരു സ്ഥലത്ത് വണ്ടി കാർ റേസിങ് ചെയ്യുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് 1200 വാച്ചിങ് ഉണ്ടായിരുന്നത് പെട്ടെന്ന് 2500 വാച്ചിങ് ആയി. ഫുള്ള് ഇങ്ങോട്ട് ഷെയ്ക്ക് ഈഗോ ഷമീറിനെ പറ്റിച്ചു എന്നുള്ള രീതിയിൽ. അപ്പൊ എന്താ വെച്ചാ ഷമീർ ഇങ്ങനെ ഇന്റെ ലൈവ് എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. ഇന്റെ ലൈവ് ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ഷെയ്ക്ക് എന്നുള്ളത് എന്താ അവിടെ ടൈപ്പ് ചെയ്തിട്ട് പോവാത്തത്? അതെന്താ വെച്ചാ അത് വ്യക്തമായിട്ട് അറിയണാണ്. അതിന്റെ 2 ദിവസം മുമ്പ് കോൾ ഷമീർ എന്ന് പറഞ്ഞു ഫുള്ള് സ്പാം വന്നിട്ട് ഞാൻ ഇതേമാതിരി എന്റെ ലൈവില് പറഞ്ഞു ഷമീറിന് ഒരു വട്ടം വിളിച്ചു. ആദ്യം വിളിച്ചപ്പോൾ ഇതേമാതിരി എടുത്തില്ല. അപ്പോൾ എടുക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടാമത് ഇതേമാതിരി ഇങ്ങനെ സ്പാം വന്നപ്പോൾ ഞാൻ ലൈവ് എൻഡാക്കി പോയി. ആ സമയത്ത് ഇതേമാതിരി പിറ്റേന്ന് വന്നപ്പോഴും ഇതേമാതിരി ഇവരിങ്ങനെ സ്പാം ചെയ്തപ്പം അഡ്മിൻ അഥവാ എൻ്റെ മോഡറേറ്റേഴ്സ് ബ്ലോക്ക് ആക്കിയതാ. ഞാൻ പറഞ്ഞിട്ട് തന്നെ ബ്ലോക്ക് ആക്കി. പിന്നെ ഇതുവരെ അൺബ്ലോക്ക് ചെയ്യാൻ മറന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ പേര് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ പേര് വരും, ടൈപ്പ് ചെയ്യുമ്പം വരുന്നില്ല. അപ്പോൾ ഇവൻ പറയാ ഇതിങ്ങനെ ലൈവിൽ ഇങ്ങനെ ഇരുന്ന് കണ്ട് ഇങ്ങനെ പറയാ എന്താ പറയാ ഇതിപ്പം എന്തിനായിരിക്കും എൻ്റെ വേർഡ് ബ്ലോക്ക് ചെയ്തത്, ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു ഇന്റൻഷനലി ഹെയ്റ്റ് തരുന്നതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ സാധനം ലൈവ് കഴിഞ്ഞ് ഞാൻ അപ്പം തന്നെ ലൈവ് എൻഡാക്കി പോയി കഴിഞ്ഞിട്ട് ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ ഷമീറിനെ വിളിച്ചു കണ്ട് അത് എന്തിനാ ഇന്റൻഷനലി ഹെയ്റ്റ് തരുന്നത് എന്നുള്ളത് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അത് കോൺട്രവേഴ്സിയാണ്, അതിൽ എനക്കും കാര്യം ഉണ്ടായിരുന്നു, അത് നീ ചെയ്തതെന്നുണ്ടെങ്കിൽ നിനക്കും വാച്ചിങ് കിട്ടുമായിരുന്നു, അത് നല്ല പരിപാടിയാണ്, ഞാനും നീയും തെറ്റുന്നത് ഒരിക്കലും ഓഡിയൻസ് വിചാരിക്കൂല, അത് നീ ചെയ്തിക്കണമെന്നുണ്ടെങ്കിൽ അത് അടിപൊളി കണ്ടന്റ് ആയിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ കണ്ടന്റ് വേണ്ട, ഞാൻ അങ്ങനത്തെ ഹെയ്റ്റ് കിട്ടാൻ ഉദ്ദേശിക്കുന്ന ഒരാളല്ല, എനിക്ക് ഹെയ്റ്റ് തരരുത് എന്ന് ഞാൻ അവനോട് മനഃപൂർവ്വം പറഞ്ഞു. ഇതില്ല എന്നുള്ളത് അണ്ണൻ പറയട്ടെ, അപ്പം ഞാൻ അതിൻ്റെ റെക്കോർഡ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഉണ്ടാവും, ഞാനത് തരണ്ടേ ഉണ്ടെങ്കിൽ നോക്കട്ടെ, അത് ചിലപ്പോൾ ഉണ്ടാവും, മറ്റേ ഫോണിലുണ്ടാവും, അന്ന് മറ്റേ ഫോണിലാണ് വിളിച്ചിരുന്നത്. അങ്ങനത്തെ ഒരു സംഭവമാണ് ഫസ്റ്റ്. ഇനി പറയാൻ പറഞ്ഞില്ല, ഹെയ്റ്റ് തന്നിട്ട് തന്നെ കേട്ടോ, തന്നിട്ട് തന്നെയാണ് കൂടി ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു കുണ്ട പറഞ്ഞു കൊടുത്തിട്ടും ഉണ്ടാവും. മനസ്സിലായോ? അതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. ഇമാതിരി പരിപാടികളും കൊണ്ട് ഇറങ്ങരുത് എന്നുള്ള കാര്യം. ഇമാതിരി ഞാൻ എൻ്റെ സമാധാനപരമായിട്ട് എന്ത് ഡൗൺ ആയാലും എന്ത് ഇതായാലും ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ പോയിക്കോളാം എന്ന് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞതാണ്. പിന്നെ ഈ തീട്ടങ്ങൾക്ക് ഈ എൻ്റെ ഇത് നക്കിയാലേ തീരുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. ഓനും ഓൻ്റെ ഉപ്പാക്കുള്ളവും ഞാൻ കൊടുത്തോളാം. ആരേലും ഉപ്പാക്ക് കൊടുക്കുക ഒന്നും കേൾക്കണ്ട, നമുക്ക് നമ്മളോട് പറയണേ മാത്രമേ ഇതായി നിന്ന് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്. പക്ഷെ അതൊന്നും ഈ തീട്ടങ്ങൾക്ക് അറിയണ്ടാവില്ല. മനസ്സിലായി? ഈ തീട്ടങ്ങളുടെ അടുത്തൊന്നും ഇതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഈ തീട്ടങ്ങൾ വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഓൻ ഉപയോഗിച്ച ഷെയ്ക്കു മറ്റേ ഇവനെല്ലാം ഉപയോഗിച്ച കുറെ ട്രിക്സ് ഉണ്ടല്ലോ. ഷമീർ ഹെയ്റ്റ് തന്നു, ഷമീർ എന്തോ ചെയ്യുന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷമീറിനെ വിളിക്കണോടാ, ഷമീറിനെ വിളിച്ച് ചോദിക്കണോടാ. രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ ഗ്യാങ് നല്ല രീതിക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു ദിവസം നിയാദ് വന്നാണ്ട് ഷമീറിനെ ലീഡറാക്കിയിട്ട് ഇതേപോലെ ഒരു ദിവസം രാത്രി റേഡിയോയിൽ ഒരുത്തൻ കയറി.
അന്ന് ഷമീർ ഇടയ്ക്കിടയ്ക്കേ സിറ്റി വരുള്ളൂ. ഞാനും മാക്കും ആക്റ്റീവാണ്, എന്നും ആക്റ്റീവാണ്. അപ്പം ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് ഇതേമാതിരി ഒരു ദിവസം രാത്രി ആരോ നമ്മളെ വണ്ടി കട്ടുകൊണ്ട് പോയാണ്ട് റേഡിയോ കയറിങ്ങാണ്ട് ഭയങ്കര അലമ്പാക്കല്. അപ്പോൾ അത് നമ്മൾ ഇതേമാതിരി ആരടാ കുണ്ണെ റേഡിയോയിലേക്ക് കയറിയെന്നൊക്കെ ചോദിച്ചാണ്ട് അവനെതിരെ ഇങ്ങനെ ഇതേമാതിരി തിരിച്ച് കുണച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇതാരെ നമ്മളന്ന് റേഡിയോയിൽ ആരൊക്കെയുണ്ട്, ചാർലി കുറേ പേരുണ്ട്. ഈ സാധനം പിറ്റേ ദിവസം റീക്രിയേറ്റ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞാണ്ട് ഉസ്മാനെ കൊണ്ട്, എവിടെ ഉസ്മാൻ അവിടെ അല്ലേ വിസിയില്, ഉസ്മാനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. റേഡിയോയിൽ ഒരുത്തനെ കയറ്റണം. ഷമീർ ഏൽപ്പിച്ചു, റേഡിയോയിൽ ഒരുത്തനെ കയറ്റണം. എന്നിട്ട് ഷമീർ കുണ്ണെ നീ എല്ലാം എവിടെ എന്നൊക്കെ ചോദിച്ച് ഇതേമാതിരി ഷമീറിനെ കുറച്ച് കളിയാക്കണം. എന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് ഷമീർ മാസമായിങ്ങാണ്ട് ഓനെ ഇങ്ങനെ പേടിപ്പിക്കണ, ഡൗൺ ആക്കണം, അങ്ങനെ എന്തൊക്കെയോ സംഭവമാണ്. ഇതൊന്നും ഞാൻ അറിയുന്നേ ഇല്ല കേട്ടോ. ഈ സംഭവം ഒന്നും ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടുമില്ല, ഇങ്ങനത്തെ ഒരു സംഭവം. അങ്ങനെ ഞാൻ ഇതൊന്നും അറിയാതെ വന്നാണ്ട് ലൈവ് ഇട്ടു. പെട്ടെന്ന് ഒരുത്തർ റേഡിയോയിൽ കയറിങ്ങാണ്ട് ഷമീർ എവിടെ, ഷമീർ ഇതൊക്കെ ഉണ്ടോ, ഷമീർ കണ്ടി എവിടെ എന്നൊക്കെ ചോദിച്ചങ്ങാണ്ട് ഒരുമാതിരി സംഭവം. അഥവാ ലീഡറിനെ കളിയാക്കി. ആ സമയത്ത് ഞാൻ ഗ്യാങ്ങിനെ അത്രയും പ്രയോറിറ്റി കൊടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് എനിക്ക് റേഡിയോയിൽ കയറിങ്ങാണ്ട് ഇമാതിരി താളടിച്ചപ്പോൾ എനിക്ക് പറ്റിയില്ല. ഞാൻ വിളിച്ചു. ഞാൻ അതിൽ എല്ലാവരോടും വരാൻ പറഞ്ഞു. റേഡിയോയിൽ കോൾ കൊടുത്തു. ലീഡറിന് അതേമാതിരി പറയുന്നുണ്ട് ഇന്ന സ്ഥലത്ത് വാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, കോഡ് സെന്റർ ആണ് തോന്നുന്നുണ്ട്, ആ 6000 ആ മേലുള്ള കറങ്ങിങ്ങാണ്ടുള്ള മേലുള്ള ഏരിയയിൽ, അതെ കോഡ് സെന്ററിലെത്തി. അവിടുന്ന് ഇതേമാതിരി ഒരു ആർപ്പി ഉണ്ട്, നിങ്ങൾക്ക് ബാക്കൊക്കെ പോയാൽ കാണാം. ഇതൊക്കെ കുറച്ച് ബാക്കിലുള്ളതാ, സ്റ്റാർട്ടിങ് തൊട്ടാണ്ട് കണ്ടറിയാം. അന്ന് ഇതേമാതിരി അവനായിട്ട് കുണച്ച് അത്രയും സിറ്റുവേഷൻ സീനായി നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതേമാതിരി ഇവനെ FRP വലിച്ചിട്ടാണെങ്കിൽ ഈ കുണ്ണനെ പുറത്തിരുത്തണം എന്നുള്ള രീതിയിൽ ഞാനും നല്ല രീതിക്ക് അവനെ ട്രിഗർ ചെയ്ത്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഉസ്മാൻ പറഞ്ഞിട്ടാ ചെയ്തത്. ഞാൻ അപ്പോൾ ഉസ്മാനോട് ചെന്നുകൊണ്ട് ചോദിച്ചു, ഉസ്മാനെ ഇത് നീ ചെയ്യിപ്പിച്ചതാണോ ചോദിച്ചു ഉസ്മാനോട്. അപ്പോൾ ഉസ്മാൻ പറഞ്ഞു ഇല്ല ബോസേ ഞാൻ ഇത് ചെയ്തിട്ടില്ല. അപ്പം അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഞാൻ തന്നെ ഇത് പറഞ്ഞു. ഉസ്മാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാ ഉസ്മാൻ അത് ചെയ്തിട്ടുണ്ടാവില്ല, എനിക്കത് അത്രയും ഉറപ്പാണ്. ഉസ്മാനെ എനിക്ക് അത്രയും വിശ്വാസമാണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയുമായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഉസ്മാൻ അവിടുന്ന് അങ്ങനെ അത് കഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാക്ക് എനിക്ക് വിളിച്ചു ലൈവിൽ. സംഭവം ഉസ്മാൻ ചെയ്തതാട്ടോ ഷെയ്ക്കെ, അവൻ്റെ അടുത്ത് POV ഉണ്ട് എന്ന് പറഞ്ഞാണ്ട്. അവൻ്റെ അടുത്ത് POV ഉണ്ട് എന്ന് പറഞ്ഞപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്മാനോട് അത്രയും കലിപ്പായി, നല്ല ദേഷ്യം വന്നു, നല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇതൊന്നും ഉസ്മാനോട്, ഒന്നാമത് എനിക്ക് ഫസ്റ്റ് ഉസ്മാനോട് ഞാൻ ചോദിച്ചപ്പോൾ ഉസ്മാനോട് നുണ പറഞ്ഞു എന്നുള്ളതായിരുന്നു എൻ്റെ പ്രശ്നം. രണ്ടാമത്തത് ആ ചെക്കന് നമ്മൾ ഇന്റൻഷനലി ഇതൊരു RP ആണെന്നുണ്ടെങ്കിൽ ഇന്റൻഷനലി അങ്ങനെ ഒരു ഹെയ്റ്റ് കൊടുത്ത്, വെറുതെ ഒരു ഹെയ്റ്റ് കൊടുത്ത് നമ്മളെ ചാറ്റിലൊക്കെ അയാളെ വെറുതെ തെറി പറയായിരുന്നു. അപ്പോൾ ആ ഒരു സാധനം കൊടുത്തതിനും എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അപ്പം തന്നെ സ്പോട്ടിൽ ലൈവ് ഉണ്ടാക്കി പോയി ആ ചെക്കൻ്റെ അടുത്ത് ഇരുന്ന് VCന്ന് ഞാൻ ആ ക്ലിപ്പ് കണ്ടതിന് ശേഷം ഉസ്മാനെ വിളിച്ച് ഇതേമാതിരി ഉസ്മാനെ ഞാൻ ഇതേമാതിരി പറഞ്ഞ് ചീത്തയും പറഞ്ഞ് ഞാൻ ഇതേമാതിരി മാക്കിൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു ഇതേമാതിരി ഉസ്മാനൊക്കെ എന്താ പൊടി അടിച്ചിട്ടാണോ കളിച്ചത് എന്നുള്ള രീതിയിൽ വരെ ഞാൻ സംസാരിച്ചു. കാരണം അന്തല്ലേ ഇതൊന്നും, നമ്മളെ ഗ്യാങ് റേഡിയോയിൽ കയറിയാണ്ടാണോ ഇങ്ങനത്തെ കുണ്ണത്തരം കാട്ടണത്, ഇങ്ങനത്തെ RP ആണോ ചെയ്യണത് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ചോദിച്ചു. ഈ സാധനം ഞാൻ ചീത്ത പറഞ്ഞിട്ട് തന്നെ ഞാൻ ഷമീറിന് വോയിസ് ഇട്ടു, ഇമാതിരി ഊമ്പിയ പരിപാടി ഇടരുത്, അതൊക്കെ വോയിസിൻ്റെ അടുത്തുണ്ടാവും. ഇമാതിരി ഊമ്പിയ സാധനം ചെയ്യരുത്, ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പറയണം. അല്ലാതെ ഇത്രയും ആൾക്കാർ അന്ന് ഫാൽക്കനൊക്കെ ഉള്ള സമയം ഫാൽക്കൻ ഇതേമാതിരി മിലിറ്ററി ബേസിൽ എന്തോ ഒരു RP ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറേ പേര് സാൻഡിയിൽ എന്തോ RP ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തോ ഒറിജിനൽ സംഭവമാണെന്ന് എഴുതിയാണ്ട് എല്ലാവരും, മെട്രോ മലയാളി അതന്നെ അവൻ തന്നെ, എല്ലാവരും ഇത് ഒറിജിനൽ ആണെന്ന് കരുതിയാണ്ട് എല്ലാവരും ഇങ്ങോട്ട് വന്നു ഈ ഒരു സ്ഥലത്തേക്ക്. മനസ്സിലായോ? ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് അവരൊക്കെ RP സ്പോയിൽ ചെയ്താണ്ട് ഇതിന് വന്നു. എന്നിട്ട് ഇതെന്തായി, ഇത് ഭയങ്കര വൾഗറായും ചെയ്തു. എന്നിട്ട് പിന്നെ ഷമീർ ഇന്നോടത്ത് തന്നെ കമ്മിറ്റ് ചെയ്തു, എടാ ഞാൻ ചെയ്യിപ്പിച്ചതാണ്, ഉസ്മാനല്ല. അപ്പം ഞാൻ അപ്പോഴൊക്കെ വിചാരിക്കണത് ഉസ്മാനെ സേഫാക്കാൻ വേണ്ടി ഷമീർ ചെയ്തതാണെന്നാണ്. പക്ഷെ ഉസ്മാൻ പിന്നെ എൻ്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞു, ബോസേ ഞാനല്ല, ഷമീർ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്നുള്ള രീതിയിൽ. ഇതാണ് രണ്ടാമത്തെ കേസ്. അന്ന് ഇതേപോലെ ഇവനെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാ എല്ലാം. ഇത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഈ നിങ്ങൾ എന്തേനിപ്പോ ക്ലിപ്പ്, എടാ ഇതിപ്പോ നമ്മൾ പറയണ്ടതിന് റീസൺ ഇവനെല്ലാം കുനിഞ്ഞും ഇതായി നിന്ന് മറ്റേ ഇവനെല്ലാം ഉബൈറിനെ വിളിക്കണോടാ, ഷമീറിനെ വിളിച്ച് ചോദിക്കണോടാ, മനസ്സിലായോ എന്താ ഷമീറെ പ്രശ്നം എന്ന് ഷമീറിനെ ഷമീറിന് പ്രശ്നം, അതെ ഈ പ്രശ്നമല്ല, ഷമീറിനെ വിളിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ കേസ്. ഷമീറിനെ വിളിച്ച് പറഞ്ഞിരിക്കണം ഗൈസ്, ഈ സാധനമൊക്കെ പറഞ്ഞു കൊടുത്തിനു. അതേപോലെ ഈവൻ ഗ്രൈൻഡിങ് ടാർഗറ്റ്, എന്ത് ടാർഗറ്റ് കൊടുക്കണം, ഒരു മിനിറ്റ്,
ഗ്രൈൻഡിങ് ടാർഗറ്റ്, എത്ര ഗ്രൈൻഡിങ് ടാർഗറ്റ് കൊടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ടായിരുന്നു. ഒരു എന്താ പറയാ, ഒരു റിക്രൂട്ട്മെന്റ് എടുക്കുമ്പം ഷമീറെ ഇന്ന ആളെയാണെന്ന് റിക്രൂട്ട് ചെയ്യുന്നത് ഇത് പറഞ്ഞു കൊടുക്കലുണ്ട്. കാരണം അതുവരെ വി സിയിലും ഇതിലൊന്നും വരാത്തോണ്ട് പിന്നെ അറിയില്ലല്ലോ. പല പ്രാവശ്യം നമ്മൾ പറയാറുണ്ട് വി സിയിലൊക്കെ വന്ന് ആക്റ്റീവ് ആവാനൊക്കെ പറയാറുണ്ട്, പക്ഷെ അറിയില്ല. അപ്പം പിന്നെ ഞാൻ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു കൊടുക്കണമല്ലോ, അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ലൈവിൽ വരുമ്പോൾ ആൾക്ക് അത് ആരെ റിക്രൂട്ട് ചെയ്തപ്പോഴാ അറിയോ, ആരോ റിക്രൂട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന അളിയാ, മറ്റേ എന്താ പറയാ, ചരണയാണ് തോന്നുന്നുണ്ട്. ചരണ റിക്രൂട്ട് ചെയ്ത അന്ന് ഇവരുണ്ട് തോന്നുന്നുണ്ട്. ചരണോ അതോ അതിന്റെ മുമ്പ് ആരോ റിക്രൂട്ട് ചെയ്ത സമയത്ത് എക്സ് ഗ്യാങ് ഏതാന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ഒന്ന് പറഞ്ഞേക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ്. എക്സ് ഗ്യാങ് പോയിട്ട് ആ പ്ലെയറെ ഒറിജിനൽ പേരെന്താന്ന് പോലും അറിയില്ല, മനസ്സിലായോ? ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷെ അറിയുന്ന പോലെ നിൽക്കും. ഇതൊക്കെ നമ്മൾ ചെയ്ത് ഇതൊക്കെ ബുള്ളിനാണോ എനിക്കറിയില്ല. അങ്ങനെ ഏതോ ഒരു റിക്രൂട്ട്മെന്റിന്റെ കേസിൽ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ സപ്പോർട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷമീറിന് ചെയ്തു കൊടുത്തിങ്ങനെ. അങ്ങനെ കണക്ക് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇൻഡെഫിനിറ്റ് ബാന് വരെ മാറ്റി കൊടുത്തിക്കണേ. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ അത് ബ്രാവോ, ഹാഫിസ് ബ്രോ തുടങ്ങി സെർവറിന്റെ തല തൊട്ടപ്പന്മാരുണ്ട്, അവര് പറയട്ടെ ഈ പറയുന്ന ഷമീറിന്റെ ഇൻഡെഫിനിറ്റ് ബാന് മാറ്റി കൊടുത്തിക്കണോ ഇല്ലേ എന്നുള്ളത്. ഞാൻ പോയാണ്ട് സംസാരിച്ച് മാറ്റി കൊടുത്തിക്കണേ. ഇങ്ങനെ എന്തെങ്കിലും ഹെയ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യമോ ഇവനോട് അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഞാൻ ചെയ്യൂലായിരുന്നു. എനിക്കോ അങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് ഞാൻ കരുതായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല. 3-4 പെണ്ണുങ്ങളായിട്ട് ഇതേമാതിരി വൾഗറായിട്ട് സംസാരിച്ചതിന്റെ പേരിൽ ഏതോ ഒരു കേസിൽ, ഏതാടാ മേക്കെ, മറ്റേ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു പെണ്ണുണ്ടല്ലോ, എന്താണ് ട്രീസ, ത്രീസം എന്നെന്തോ പറഞ്ഞു കണ്ടുണ്ടായിരുന്ന ഒരു ഇഷ്യൂല് ആ കുട്ടി ടിക്കറ്റ് വലിക്കും, ആ ടിക്കറ്റ് വലിച്ചു കഴിഞ്ഞാൽ അതിന് ആക്ഷൻ ഉണ്ടാവും എന്നുള്ള രീതിയിൽ സെർവറിന് പറഞ്ഞപ്പം ഇൻഡെഫിനിറ്റ് ബാൻ കൊടുക്കരുത് എന്നുള്ളത് കയ്യും കാലും പിടിച്ച് ഞാൻ ബ്രാവോന്റെ അടുത്ത് അത്രയും ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ആ ബാന് പോലും അന്ന് മാറ്റണേ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആളൊന്നും ഇന്നിവിടെ ഈ ഗ്യാങ്ങിൽ നല്ല എക്സ്ലാൻഡിസിൽ പോലും കളിക്കൂല, മനസ്സിലായോ? അതുകൊണ്ട് എനിക്ക് ഇതില് എന്താ പറയാ മനസ്സിലായോ? പക്ഷെ ആവശ്യത്തിന് പറയാം, ആവശ്യമല്ലാതെ അനാവശ്യമായിട്ട് ഇനിയിപ്പോ ഇതിന്റെ ഇപ്പൊ ആർപിക്കകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി OC ആയിട്ട് എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എക്സ്ട്രീം ലെവൽ ഓഫ് എന്താ പറയാ OCC നമുക്ക് കൊണ്ടുവരാം, മനസ്സിലായോ? എക്സ്ട്രീം ലെവൽ നമ്മളിതൊക്കെ കൊണ്ടുവരുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഇപ്പൊ ഇന്റേതൊക്കെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ. ഇപ്പൊ ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് സർക്കിൾ ആയാണ്ട് നടന്നിരുന്ന ഒരാൾക്കാരല്ലേ. ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഗൈസ്, നമുക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. ഇതിൽ നിൽക്കുന്ന ഓരോരുത്തരും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. നമ്മൾ ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നിങ്ങൾ നമ്മളെ കാണണ്ട. നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ കണ്ടാണ്ട് ഇൻഫ്ലുവൻസ് ആവും വേണ്ട, നമ്മൾ പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മളെ എന്താ പറയാ സ്ട്രീമിന്റെ ടൈറ്റിൽ പോലും 18+ സ്ട്രീം എന്നുള്ള സാധനം. അപ്പൊ അതൊക്കെ ആയിരിക്കും മേ ബി നാളെ ഞാൻ എക്സ്പോസിങ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ വരികയാണെങ്കിൽ, നാളെ തൊട്ട് അതിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നിയമപരമായിട്ട് നോക്കാം. അത് അതിന്റെ വഴിക്ക്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഡിയൻസ് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അത് ഭയങ്കര ചീപ്പ് പരിപാടിയാണ്. അഥവാ നിങ്ങളെ ഫ്രണ്ട്സിനെ വിശ്വസിച്ചാണ്ട് അത്രയും ഒരു എന്താ പറയാ വിശ്വാസത്തിന്റെ പുറത്ത് നിങ്ങളെ ഒരു നല്ല ടേംസിൽ നടന്നുകൊണ്ട് നിന്നിരുന്ന സമയത്തുള്ള എന്തെങ്കിലും നിങ്ങളെ പേഴ്സണൽ കാര്യമൊക്കെ നിങ്ങൾ തമ്മിലൊരു പ്രശ്നം വരുമ്പോൾ അതൊക്കെ എടുത്ത് പുറത്തിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അയാളൊക്കെ നിലവാരം എന്താന്നുള്ളത് മനസ്സിലായോ? അങ്ങനെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ലോഡ് കണക്കിന്, മനസ്സിലായോ? ഇഷ്ടം പോലെ ലോഡ് കണക്കിന് ഇവിടെ സാധനം ഉണ്ട്, ഇവിടുന്ന് പോയ ആൾക്കാരത്. അത്രേ പറയാനുള്ളൂ. അപ്പം കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറിംഗ് ആവും, ഞമ്മക്കും ബോറിംഗ് ആവും. അതുകൊണ്ട് അത് പറയാൻ കൂടുതലൊന്നുമില്ല. ഉണ്ടാവൂടെ അവൻ നാളെ ഇഞ്ഞ് അവന്റെ വീഡിയോ ഒക്കെ എന്തോ എക്സ്പോസ് ചെയ്യാനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അതൊക്കെ ചെയ്ത് കഴിയട്ടെ. അപ്പം അതില് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ, എൻ്റെ ഒരു പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂല് എനിക്കുള്ളതാവൂല അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കുള്ളതാണെങ്കിൽ അത് ഞാൻ നേരിട്ടുണ്ട്. എനിക്കും മേലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഈ കൂടെ നടന്നിട്ട് ഊമ്പിക്കണ പരിപാടി ചെയ്യണത് ആരാണെന്നുള്ളത് മാത്രം ആലോചിക്കുക, അത്രേ ഉള്ളൂ. ഈഗിൾ ബെറ്റർ എന്നോ. ഞാനൊരു കാര്യം പറയാലോ, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് പറയാൻ, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ എന്താ പറയാ ഷമീറിൻ്റെ ഇപ്പം ഞാൻ ഒരു 4 ദിവസം മുമ്പ് നിങ്ങൾ ഒരു എന്താ പറയാ
RP ചെയ്തത് കണ്ടിട്ടുണ്ടാവും. 4 ദിവസം 5 ദിവസം മുമ്പ് താരന്റെ പേര് RP ചെയ്തത്. ആ RP ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു വോയിസ് കേൾക്കണത്. ആ വോയിസ് കേട്ടോട് കൂടി എനിക്ക് പിന്നെ ഓൻ്റെ ഒപ്പം RP ചെയ്യാനുള്ള മൂഡും പോയി. ഒരു 6 മിനിറ്റിൻ്റെയും 6 സംതിങ് ഉള്ളൊരു വോയിസ് ഞാൻ കേട്ടു. അപ്പോൾ ഇവൻ്റെ ഉദ്ദേശവും ഇവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതൊക്കെ മനസ്സിലായപ്പം ഞാൻ ക്ഷമിച്ചു കൊടുത്ത് ഒഴിവാക്കി. ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എനിക്കും മാക്കിനൊക്കെ ഇൻറ്റൻഷനലി ഹെയ്റ്റ് തന്നിട്ടും ഞങ്ങൾ ഇതേമാതിരി ഒഴിവാക്കിയിട്ട് ക്ഷമിച്ചു കൊടുത്ത് RP ചെയ്തിട്ടും അവൻ്റെ മനസ്സിൻ്റെ അകത്തുള്ള ആ സാധനം അറിഞ്ഞപ്പം അതുകൊണ്ട് തന്നെയാണ് ഇൻറ്റൻഷനലി ഇപ്പോൾ ഒരു ബ്രേക്കും ഗ്യാപ്പും ഇട്ടത് വേണ്ട എന്ന് കരുതിയിട്ട്. മനസ്സിലായോ? റാംബോ ഒപ്പീനിയൻ എന്ന് പറഞ്ഞ സ്പാമി എന്നാ. റാംബോ പറ. നിനക്കെന്താ പറയാനുള്ളത്? ഞാൻ കണ്ട് വീഡിയോ ഇപ്പൊ കണ്ടേ ഉള്ളൂ. ഇത് ഞാനല്ല പറയണ, മാലിക്കാണ് പറയണ്ട. മരിക്കയെ കുറിച്ച് 2 വാക്ക്. ഞാനൊരു കാര്യം പറയാം ഗൈസ്. ഇവിടെ എനിക്കൊരു ചെറിയ കാര്യം. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞ, ഇപ്പം കൂടെ നിന്നിട്ട് ഇപ്പൊ ഇവരെ ഇതിന്റെ അകത്തുള്ള മാലിക്കാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു വേർഡ് പറഞ്ഞു. ഇപ്പം ചാർലി പേർ കുണ്ണാന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്തല്ലോ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് ഇതിന്റെ അകത്ത് അങ്ങനെ പറയണെന്നുള്ളത്. ഇതിന്റെ അകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാം, അതുകൊണ്ടാണ് അത് പറയണത്. പിന്നെ നമ്മൾ ഈ മെയിൻ സ്ട്രീമേഴ്സ് വന്നാണ്ട് ഇതിന്റെ അകത്ത് വന്നാണ്ട് പബ്ലിക്കലി പറയേണ്ട സംഭവങ്ങളല്ല. നമ്മൾ ഇഷ്യൊന്നുമില്ല എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും മിണ്ടാതെ പോട്ട് നേരിടാണ്ട് അങ്ങനെ കണ്ണടച്ച് ഒഴിവാക്കി ഇങ്ങനെ പോണതാ എല്ലാവരും. ഇതിന്റെ അകത്ത് നിൽക്കണ എല്ലാവർക്കും അറിയാം കാര്യങ്ങൾ എന്താന്നുള്ളത്. അപ്പൊ അവരെ വായിന്നത് വരും. അപ്പൊ അതൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. മനസ്സിലായോ? ജസ്റ്റ് അത് തിങ്ക് ചെയ്താൽ മതി. എന്ത് മാലിക്കിന് എന്താ പറയാനുള്ളത്? അല്ല, ഞാൻ ഇങ്ങനെ ചില കണ്ടികളുടെ കഥകൾ ഇങ്ങനെ പറയാന്ന് വെച്ചിരുന്നാണ്. പിന്നെ മയത്തിലാക്കാൻ കുറച്ച് സൗണ്ട് ഒക്കെ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്താ വെച്ചാ, അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതിപ്പോ ഷെഡിന്ന് പറഞ്ഞതിൽ എനിക്ക് പേഴ്സണലി ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ഫസ്റ്റത്തെ കാര്യം, അതെന്റെ പെർസ്പെക്റ്റീവ് ആണ്. ഞാനത് പറയാൻ റീസൺ ഉണ്ട്. അതെന്താന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മോക്ക് ചെയ്യണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ എന്റെ കൂടെ ഉള്ളവരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്താണെങ്കിലും അകത്താണെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടൂല ഫസ്റ്റത്തെ കാര്യം. അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് പറയും. പിന്നെ ഞാൻ വലിയ തെറ്റ് ചെയ്ത് എന്താന്ന് പറയണ, ഷെഡിക്കണമെന്ന് പറയണമായിരുന്നു. ഷെഡിന്ന് മാത്രമേ പറഞ്ഞോളൂ. അതാണ് ഞാൻ ചെയ്ത വലിയ തെറ്റാണ് ഫസ്റ്റത്തെ കാര്യം. പിന്നെ ഞാൻ ആ സ്ട്രീമില് ഒരാളുടെ തന്തയ്ക്കോ തള്ളയ്ക്കോ ഞാൻ വിളിക്കുന്നില്ല അണ്ണാ. ഫസ്റ്റത്തെ കാര്യം ഞാൻ വിളിക്കണില്ല, എനിക്കത് താല്പര്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ അതിരുന്ന് റിയാക്ട് ചെയ്ത് അത് പറയട്ടെ. അത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം പറയപ്പോ, മാലിക്കിന്റെ അച്ഛൻ മരിച്ചതാ ഗൈസ്. അത് നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് അറിയുന്നുള്ളത് അറിയില്ല. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഭയങ്കര ശോകം പരിപാടിയാ. ഇവിടുന്ന് ഇതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. മനസ്സിലായോ? എന്തെങ്കിലും ഒരു സാധനം പറയുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങോട്ട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോൾ അതിനനുസരിച്ചുള്ളത് പറയാം. അല്ലാതെ തന്തക്കും തള്ളക്കും വിളിച്ചുകൊണ്ടുള്ള പരിപാടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഊമ്പിയ പരിപാടിയാ. മനസ്സിലായോ? അതെ, ഈ കമ്മ്യൂണിറ്റിയില് അണ്ണാ അത് പോട്ടെ കഴിഞ്ഞ കാര്യങ്ങള് ഞാൻ പറയണെന്ന് വെച്ചാൽ, ഈ കമ്മ്യൂണിറ്റിയുടെ കുഴപ്പം എന്ന് പറയില്ല. ഈ കമ്മ്യൂണിറ്റി ആകുമ്പോൾ മോക്കിംഗ് ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രവേഴ്സി ഉണ്ടാവും, കാര്യങ്ങളൊക്കെ പറയലും പ്രവർത്തിക്കലും ഒക്കെ ഉണ്ടാവും. അത് ഈ കമ്മ്യൂണിറ്റിയാണ്. ഞാൻ ഷെഡിന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഇത്രയും കൊള്ളണമെങ്കിൽ ഓന ഒരു ഷെഡിക്കണ്ണനായിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. ഓനതാണെന്ന് അവൻ തന്നെ തെളിയിച്ചു. അവൻ അതിന് റെസ്പോണ്ട് ചെയ്തു. ഈ മൊട്ട കേസിനൊക്കെ എടുത്ത് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇല്ല. പിന്നെ ഞാൻ ഓന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഞാൻ വിളിച്ചിട്ടില്ല. എനിക്ക് അതിന്റെ താല്പര്യമില്ല. കണ്ണി കണ്ട കൂത്തിച്ച് മക്കൾക്ക് ഉണ്ടായവരെ വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല ഫസ്റ്റത്തെ കാര്യം. പിന്നെ എന്റെ തന്തയ്ക്ക് വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കും. എനിക്കിങ്ങനെ ഇവന്റെ വ്യൂവർഷിപ്പ്, അയ്യോ അവന് 14,000 അയ്യോ പേര് അവനെ കാണുന്നുണ്ട്, അയ്യോ എനിക്ക് പേടി, എന്റെ വീട്ടിൽ കയറി തല്ലും എന്നുള്ള എനിക്ക് ഒരു പൂർവ്വമില്ല. മനസ്സിലായല്ലോ? ഞാൻ എപ്പോഴാ പറഞ്ഞൊക്കെ എനിക്ക് ഒരു പൂർവ്വം ആവശ്യമില്ല ഫസ്റ്റത്തെ കാര്യം. പിന്നെ എന്റെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓൻ എത്ര തന്തയ്ക്ക് ഉണ്ടായെന്ന് എനിക്കറിയാം. ഫസ്റ്റത്തെ മെയിൻ കാര്യം പറയാം. ഈ പിഴച്ചു പറ്റ പെലയാടിക്കൊക്കെ റിപ്ലൈ കൊടുക്കണം എന്നെ പറയണം ഫസ്റ്റത്തെ കാര്യം. സത്യം പറയല്ലോ ചെയ്യ പിന്നെന്താ ഇവനെ എന്താണ് റീച്ചിന് വേണ്ടിട്ടാണ് ഇത്ര ഇവരെ അവരാധിക്കുന്നത്. ലൈവ് പോലും ഇടാറില്ല. ഞാൻ ലൈവ് നിർത്തി 2 മാസമായിടാ കൂതി മോനെ. എനിക്ക് റീച്ച് ഉണ്ടാക്കണം, നിന്റെ ഒപ്പം നടക്കേണ്ട ആവശ്യമില്ല. നീ അത് മനസ്സിലാക്കി. നീ ഒരു തീർത്തോ കളിപ്പാവോന്ന് അവനെ പട്ടി വെറും പട്ടി അപരാധി മോനാണ്. അവനെ താങ്ങി നിൽക്കേണ്ട ഗതിയോടുന്ന എനിക്ക് പൊന്നു ഷമീറ. പിന്നെ നിന്നെ ഇക്കാന്ന് വിളിച്ചു എന്ന് എപ്പോഴാണ് കുണ്ണ നിന്നെ ഇക്കാന്ന് വിളിച്ചോളാ? ഞാൻ എന്ത് വിളിക്കണം എന്ന് അറിയാത്തോണ്ട് ലീഡറേന്ന് വിളിച്ചേർന്ന നിന്നെ പൊലയാടി മോനെ. അല്ലെങ്കിൽ നിന്റെ തന്തയ്ക്ക് കയറി വിളിച്ചല്ലേ ഫസ്റ്റ് ഞാൻ കുണ്ണെ.
ഞാൻ ഇന്നേ വരെ നിന്നെ അപരാധിക്കാൻ ഞാൻ ഒന്നിനും വന്നിട്ടില്ല. പോലെയാടി മോനെ, നീ എന്റെ തന്തയ്ക്കും വിളിച്ചിട്ട് നീ അവിടെ ഒരു മാസ്, നിനക്ക് ആകെ 2 തെറി പറഞ്ഞിട്ട് ഇതിന്ന് മാസം അടിക്കാനുള്ള കൊണാണെങ്കിൽ കുത്തിച്ച് വേണേ നിർത്തിക്കോ. കേട്ടല്ലോ? എനിക്കിതിനെ പൊന്ന് ചെയ്യിക്ക ഈ കൂതിക്കണ്ണനൊന്നും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ലട്ടാ. ഷെഡിക്കണ്ണൻ അറിഞ്ഞിട്ട പേരാണ്. ബിഗ് താങ്ക്സ് ടു ഈഗിൾ. സത്യം ഷെഡിക്കണ്ണൻ. ഓരോ പൂറി മോനൊക്കെ വന്നിട്ട് എന്റെ തന്തയ്ക്ക് ഇരുന്ന് വിളിച്ചിട്ട് അവൻ വെറുതെ ഇരിക്കണമെന്ന് വിചാരിക്കണ്ട. എന്തായാലും നീ എന്തായാലും നിനക്ക് ലൈവിൽ നിന്ന് നീ അപരാധിച്ചു. നീ എന്താ വെച്ചാൽ പറഞ്ഞോ കുണ്ണ. ഞാനും പറയും, എനിക്കും തൊള്ളയുണ്ട്, മനസ്സിലായാ? എനിക്കും തൊള്ളയുണ്ട്, എനിക്കും കാര്യങ്ങളുണ്ട്. നീ ഇങ്ങനെ നിന്റെ തന്തയില്ലാത്ത തള്ളയില്ലാത്ത സ്വഭാവം നീ ഇവിടെ കാണിക്കില്ല, മനസ്സിലായ? നീ ഇരുന്ന് ലൈവിൽ ഇരുന്ന് പാട്ടിരുന്ന് മുമ്പ് തള്ളയോടി കേട്ടാ. മുമ്പ് വാച്ച് പാർട്ടിയാണോ അവിടെ? പിന്നെ അതിരുന്ന് ചേട്ടാ അവന് കുറച്ച് വ്യൂസ്. അതിന്റെ പൊന്ന് ഷെയ്ക്ക 1000 വ്യൂസ് ഉണ്ടായിരുന്ന തായോളിക്ക് എന്നെ അപരാധിച്ചതിന് ശേഷം 2500 വ്യൂസാ. പുണ്ടച്ചി മോനെ, നീ ഓർത്ത് വെച്ചോ, നിനക്ക് ഞാൻ തരുന്ന ഗിഫ്റ്റ് ആണ് കുണ്ണ. നീ എന്നെ വിറ്റ് പൈസ ഉണ്ടാക്കടാ. നീ എന്നെ വിറ്റ് പൈസ ഉണ്ടെങ്കിൽ നീ അത് വെച്ച് കഞ്ഞി വെച്ചിട്ട് ആർക്കാന്ന് വെച്ചാൽ കൊടുക്കും. തള്ളയോടി അങ്ങനത്തെ കോൺട്രവേഴ്സി കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് 1 by 1 വേറെ കാര്യങ്ങൾ പറയേണ്ടി വരുവേ. പിന്നെ ഷെമീറ കുണ്ണ് എന്റെ കൂടെ ഉള്ളവരെ പറഞ്ഞ് ഇനി അവരാധിക്കുന്നില്ല. പട്ടിപ്പൂരിവനെ കേട്ടല്ലോ. എനിക്ക് ഒരു കുണ്ണനെ പേടിപ്പിക്കുന്ന ആവശ്യമില്ല. എനിക്ക് ഒരു കുണ്ണനെ പേടിക്കില്ല. തള്ളയോളി കേട്ടോ, നീ ഓർത്തോ. വിളിപ്പിക്കണ്ട. അവന്റെ എവിടെന്നോ വന്ന കുണ്ണ പൊലയാടി പോണ. ഞാൻ നിന്നതിന്റെ ഒരു അംശം പോലും നീ ഗ്യാങ്ങിന് വേണ്ടി നിന്നിട്ടില്ല, മനസ്സിലായ? GTA ഗ്യാങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞു, പുറത്തത്തെ കാര്യം എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ എന്റെ ഗ്യാങ്ങിന് വേണ്ടിയിട്ട് നിന്ന പോലെ നീ ഒരു അംശം പോലും നിന്നിട്ടില്ലടാ കൂത്തിച്ച് മോനെ, കേട്ടോ? നീ മനസ്സിലായിക്കോ കേട്ടോ. നീ ഇരുന്ന് അപരാധിക്കും. നീ അത് സ്വയം ആരാന്ന് കൂടി ചിന്തിക്ക്. നീ ഇരുന്ന് വലിയ കുണ്ണടിക്കുന്നുണ്ടല്ലോ, നിനക്ക് വലിയ നേടിയ പോലെ നീ ആക്കുന്നുണ്ടല്ലോ. ഞാനൊന്നും നേടിച്ചൊന്നുമില്ല, ഞാൻ ശരിയാണ്. പക്ഷെ നീ എന്താ പറയാ, ഗെയിം സെൻസ് പോലും ഇല്ലാത്ത കുണ്ണ നീ എന്നെ ഇരുന്ന് അപരാധിക്കണ കൂതി മോനെ. അല്ല, അവന് 7 കൊല്ലം കളിക്കണ എന്നെ ഇരുന്നിട്ട് അവൻ പറയും ഇന്നലെ വന്ന കുണ്ണാന്ന്. പൊലയാടി മോനെ 7 കൊല്ലായി കുണ്ണ ഞാൻ ഇവിടെ കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട്. നീ എന്നെ വന്നതാ വിളി. ഇനിയിപ്പോ ഞാൻ പോയിട്ട് ആ തായോട് ലൈവ് ഒന്നും കാണില്ല. ഞാൻ അവന് അന്നാളത്തെ ഇഷ്യൂ വന്നപ്പോഴേ ഞാൻ സബ് ചെയ്ത് പോയതാ. എല്ലാരുടെ അടുത്തും കൂടെ കേട്ടാ. KVM മാലിക് അല്ല കൈസ്, ഇത് അട്ടപ്പാടി മാലിക്. കാലിക്ക് സിറ്റിക്ക് അകത്ത് കൊണക്കാത്തത് ബാങ്ക് കിട്ടുന്ന എഴുതിട്ടാ, അതുകൊണ്ടാണ് മുണ്ടാതെക്കുന്നത്, മനസ്സിലായ? ഇതൊക്കെ വെറുതെ പറയിപ്പിച്ചതാ കൈസ്. കാരണം മരിച്ച ആൾക്കാരൊക്കെ, അത് അച്ഛനൊക്കെ മരിച്ചിട്ട് അവർക്കൊക്കെ വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതൊക്കെ ഊമ്പിത്തരാം, മനസ്സിലായ? അതൊക്കെ എന്തെങ്കിലും ഒരു സാധനത്തിന് ഒരു കാര്യം വരുമ്പം ഇങ്ങനത്തെ എന്തെങ്കിലും തീട്ടക്കേസ്, ഗെയിമിന്റെ ഓരോ പറിക്കേസിന് വേണ്ടിയിട്ട് ഇതേമാതിരി പറയണതിനൊക്കെ, അതൊക്കെ തന്തക്ക് വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ല. മാലിക്ക് പറയട്ടെ, അതാ പിന്നെ ഞാനും ഉണ്ടാകുന്നത്. നിങ്ങള് ഇല്ല, അത് പറയാനായിട്ടില്ല തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ഇനി അടുത്ത പ്രാവശ്യം പറയാം. അതായിരിക്കും കുറച്ച് ആൾക്കാർ ഇനി എന്താ വെച്ചാൽ പെട്ടെന്ന് അവിടെ പോയി വെക്കാം, അവിടെ എന്താ പറയണത് കാണാം. അപ്പം കാരണം അതാണ് അവിടുത്തെ ആവശ്യം, മനസ്സിലായി? നിങ്ങൾ ഇതിലൊന്നും വിഡ്ഢികളാകാതെക്കുക എന്നുള്ളതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ട്. അതൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു നോക്കണ്ടണ്ണ. അവിടെ ഇരുന്ന് ഒന്നല്ലെങ്കിൽ എന്നെ പറഞ്ഞോണ്ടിരിക്കണായിരിക്കും തന്തരതായോടി. വിട് ഇത് വീടണ്ണ. ഈ മുട്ട കേസൊക്കെ വീടണ്ണ. ഈ തീട്ടക്കുണ്ണയ്ക്കൊക്കെ വേണ്ടിട്ട് സംസാരിക്കാൻ നിർത്തിക്കോ. മതി. സത്യം അതാ ഒരു കാര്യം പറഞ്ഞില്ല നിർത്താനായിട്ട്. മതി. മാലിക് തെറിയല്ലാതെ കാര്യം പറയാണ്ടേ പറഞ്ഞോ? അല്ലല്ല, വെറുതെ ഞാൻ പറഞ്ഞേക്ക് ഞാൻ കാര്യമില്ലാതെ പറയൂലെന്ന് അറിയാലോ. മതി.